പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ ഈ തരംഗത്തിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങി വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട തോമസ് സക്രിയാച്ചൻ, പ്രിയപ്പെട്ട ഉപദേശിമാർ, കൊച്ചന്മാർ, ദൈവജനമേ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. ഈ തരംഗത്തിൽ, ഈ ആത്മീയ തരംഗം സക്രിയാസ് തിരുമേനിയുടെ വലിയ ഒരു പ്രാർത്ഥനയോടുകൂടെ ആരംഭിച്ചതാണ്. ഇത്രയും ഭംഗിയായി ഇത് നടക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ആരംഭിച്ചതിന് ശേഷമാണ് തിരുമേനി കാവലിൽ വന്നപ്പോൾ പറഞ്ഞു, അച്ഛാ ഇവിടെയും ഇതുപോലെ ആരംഭിക്കണം. അങ്ങനെ കാവലിലും ഈ ഉണർവ് യോഗം ആരംഭിക്കുവാൻ ഇന്ന് അവിടെയും അത് അനുഗ്രഹമായിട്ട് നടന്നു പോകും. നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക്, നമ്മുടെ ജീവിതത്തിലാകുന്ന പ്രാർത്ഥനയുടെ വളർച്ചയ്ക്കൊക്കെ ഈ ആത്മീയ കൂട്ടായ്മ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽപ്പാൻ ദൈവം എന്നെ ശക്തീകരിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് അതിനെനിക്ക് അനുവാദം നൽകിയ ഈ ഭദ്രാസനത്തിൻ്റെ തിരുമേനി കൂടെ ആയിരിക്കുന്ന അഭിമന്യ കുർലോസ് തിരുമേനിയോടും, പ്രത്യേകിച്ച് ഈ തരംഗത്തിന് എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് പ്രിയപ്പെട്ട തോമസ് സക്രിയാച്ചനാണ്. ഞാൻ കാവലിലൊക്കെ ആയിരുന്നപ്പോൾ അവിടെ വന്ന് ദൈവവചനം ഇതുപോലെ കൺവെൻഷന്, അവിടുത്തെ ഉണർവ് യോഗത്തിനൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ്. എന്നെക്കാളിലും പ്രാബല്യമായി ദൈവവചനം സംസാരിക്കുന്ന അച്ഛനാണ്. ഈ തരംഗത്തിൻ്റെ വലിയൊരു ചുമതലയോടൊപ്പം ഭദ്രാസന സെക്രട്ടറി എന്നുള്ള ചുമതലകളുടെ ഈ നാളുകളിൽ അച്ഛൻ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഈ ദൗത്യം അച്ഛൻ ഏൽപ്പിച്ചു. പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നു. എന്നാൽ ഇവിടെ ആയിരിക്കുന്ന പലരും പ്രിയപ്പെട്ട ഉപദേശിമാർ എന്നോടൊപ്പം പ്രവർത്തിച്ചവരാണ്. പ്രിയപ്പെട്ട ജോസ് ഉപദേശിയും ബിനു ഉപദേശിയൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ സാധിച്ചു. പ്രിയപ്പെട്ട തോമസ് ഉപദേശി റിട്ടയർഡായി ഇപ്പോൾ ഇടയാറന്മുള ലാഗ സ്വന്തം ഇടവകയിലുണ്ട്. ഇങ്ങനെ ഉപദേശിമാരോട് ചേർന്ന് പ്രവർത്തിപ്പാനായിട്ട് സാധിക്കുന്നു. ഇടയാറന്മുള ലാഗ പള്ളിയിലെ ഇടവക അംഗങ്ങൾ അച്ഛന്മാരെ വളരെ പ്രാർത്ഥനയോടെ കരുതലോടെ സ്നേഹിക്കുന്നവരാണ്. ഇന്ന് അച്ഛൻ തരംഗത്തിൽ പ്രസംഗിക്കാൻ പോകുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ എന്നോടൊപ്പം പ്രാർത്ഥനയോടുകൂടെ അവരും ഒത്തിരി പേര് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥനയാണ് എൻ്റെ ബലം, അവരുടെ പ്രാർത്ഥനയാണ് എന്നെ നിലനിർത്തുന്നത്. ഇന്ന് മാത്രം തോമസ് മാത്യു അച്ഛൻ പ്രസംഗിച്ചതുകൊണ്ട് മാത്രമല്ല തരംഗത്തിൽ, ഇതിനു മുമ്പേയും പലപ്പോഴും ഇവരൊക്കെ ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ്. അങ്ങനെ അനുഗ്രഹം പ്രാപിച്ചതുകൊണ്ടാണ് അവർക്ക് ഇന്നും വരുവാനായിട്ടൊക്കെ ഒത്തിരി പേർക്ക് സാധിച്ചത്. അതുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലും ഒരുമിച്ച് ഈ ആത്മീയ തരംഗത്തിൽ വന്ന് സംബന്ധിപ്പാൻ, പ്രാർത്ഥനയിൽ കൂടുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് അത്യാവശ്യമാണ്. പ്രാർത്ഥനയിൽ ഓർക്കണം. അതുപോലെ ഞാൻ ബൈബിളിൽ നിന്നൊക്കെ ചില വാക്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളതെടുത്ത് വായിച്ച് എന്നെ സഹായിക്കണമെന്നും പ്രത്യേകിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മളെ എന്നും അനുഗ്രഹിക്കുന്നവനാണ്. ഇന്നും ഇവിടെ അനേക ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഒത്തിരി ഉപദേശി പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ പറഞ്ഞു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച അനേകർ ഇവിടെ ഉണ്ട്. എന്നാൽ ഇന്ന് വരാത്ത അനേകരുമുണ്ട്. പ്രാർത്ഥിച്ചു, എല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് പോയവരുണ്ട്. ചിലർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയവരുണ്ട്. എന്നാൽ ഇന്നും പ്രാർത്ഥനയോടുകൂടെ ഇവിടെ കടന്നു വന്ന ഒത്തിരി പേരുണ്ട്. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ട് അല്ലേ? എല്ലാവർക്കും വിശ്വാസമുണ്ടോ? എല്ലാവരും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നിലനിൽക്കുന്നത്? ചിലർ ഇപ്പോഴും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നവരുണ്ട് അല്ലേ? എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ജീവിതത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങിയ ഒരു മനുഷ്യനെക്കുറിച്ചാണ്. ഇന്ന് ആ മനുഷ്യനെ നമ്മൾ ശ്രദ്ധിക്കുവാനായിട്ട് പോകുകയാണ്. ഞാൻ ആദ്യം ചോദിച്ചു, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? യേശു വലിയ സമൂഹത്തോടൊപ്പം യാത്ര ചെയ്യുക. എത്രയോ ആൾക്കാരുണ്ട്,
അനേകരെ സൗഖ്യമാക്കി. വിശ്വാസത്തോടെ അനേകരെ കൊണ്ടുവന്നു. എന്നാൽ യേശുവിൻ്റെ മുന്നിൽ ചെല്ലുവാൻ ലജ്ജാവതിയായ ഒരു സ്ത്രീ, യേശു കാണരുത്, അവൾക്ക് ചെന്ന് പറയുവാനായിട്ട് സാധിക്കത്തില്ല. യേശു നടന്നു പോകുമ്പോൾ ആ തൊങ്കലിൽ പോയി ഒന്ന് തൊട്ടു. അവിടെ വിശ്വാസം എത്ര വലിയതാ! ഹല്ലേലൂയ! ഇന്ന് ആ ഒരു വിശ്വാസം നമുക്കുണ്ടോ? ആ ഒരു വിശ്വാസത്തോടെയാണോ നമ്മളിവിടെ ആയിരിക്കുന്നത്? എന്ന് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ഒരു മനുഷ്യൻ. ദിനവൃത്താന്തത്തിൻ്റെ 1-ാം പുസ്തകം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ എടുത്തൊന്ന് നോക്കിയാൽ, 1 ദിനവൃത്താന്തം 1 മുതൽ 3 വരെ എല്ലാം പേരുകൾ മാത്രമേ ഉള്ളൂ. 4-ാം അധ്യായവും തുടങ്ങുന്നത് പേരുകളിൽ കൂടെയാണ്. 4-ാം അധ്യായം 8-ാം വാക്യം വരെയും പേരുകൾ മാത്രമേ ഉള്ളൂ. അതിൽ ഇടയ്ക്ക് 2 വാക്യം 9-ഉം 10-ഉം വാക്യം അവിടെ വരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പിന്നെ പേരുകൾ തുടങ്ങുകയാണ്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-ഉം 10-ഉം വാക്യം വായിക്കാം. അല്ല, 1 ദിനവൃത്താന്തം 4-ാം അധ്യായം. ഹല്ലേലൂയ! യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കുറേ വാക്കുകൾക്ക്, കുറേ വംശാവലികൾക്ക് ശേഷം 2 വാക്യം മാത്രം. സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തനായ ഒരു മനുഷ്യൻ. ഹല്ലേലൂയ! ഇത്രയും ആൾക്കാരെ കുറിച്ചൊക്കെ പറഞ്ഞു, അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായ ഒരു മനുഷ്യൻ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ നാടൊക്കെ ഭരിച്ചതായ ഒരു വ്യത്യസ്തനായ ഒരു മനുഷ്യനെ നമ്മൾ കണ്ടു. എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെയൊക്കെ ഒരു മുഖ്യമന്ത്രിയായിരുന്നു. ആരാ? ഉമ്മൻചാണ്ടി സാറ്. ഒത്തിരി മുഖ്യമന്ത്രിമാർ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. ഒത്തിരി മുഖ്യമന്ത്രിമാർ ഭരിച്ചു. എന്നാൽ ഇദ്ദേഹവും ഒരു മുഖ്യമന്ത്രിയായിരുന്നു. എന്നാൽ വ്യത്യസ്തനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ അടക്കത്തിന് തിരുവനന്തപുരം മുതൽ ഇങ്ങ് പുതുപ്പള്ളി വരെ ഭയങ്കര ജനാവലി. എത്തേണ്ട സമയത്ത് എത്തിയില്ല. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും വളരെ ജനങ്ങൾ അദ്ദേഹത്തെ അടക്കി. വീണ്ടും അനേക ജനങ്ങൾ കാണുവാനായിട്ട് ചെന്ന വ്യത്യസ്തനായ ഒരു മനുഷ്യൻ, ഒരു പുണ്യവാളനായി ജനങ്ങൾ അദ്ദേഹത്തെ ഇന്ന് കൊണ്ടാടുന്നെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തനായ ഒരു മനുഷ്യൻ. എങ്ങനെ സാധാരണക്കാരിൽ വ്യത്യസ്തരായ അനേകം ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇവിടെ 9-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവിടെ എന്തുവാ എഴുതിയിരിക്കുക? സഹോദരന്മാരെക്കാൾ മാന്യനാണ് എന്നുള്ളതാണ് അവിടെ വായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. എന്തുവാണ് യബ്ബേസ് എന്ന വാക്കിൻ്റെ അർത്ഥം? അവിടെ എഴുതിയിട്ടുണ്ട്, ഇവൻ്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു. വേദന, ദുഃഖം, സങ്കടം എന്നൊക്കെയാണ് ജബ്ബേസ് എന്ന വാക്കിൻ്റെ അർത്ഥം. വേദനയെന്ന് ആർക്കെങ്കിലും പേരിടാറുണ്ടോ? ദുഃഖമെന്ന് ആർക്കെങ്കിലും പേരിടാറുണ്ടോ? വേദന, ദുഃഖം എന്നൊക്കെ അവൻ്റെ അമ്മ അവനെ വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് അവൻ്റെ ജീവിതത്തിൽ വലിയ ഒരു വേദനയായി മാറി, വലിയ ഒരു സങ്കടമായി മാറി. ദുഃഖമെന്ന് പേരുള്ളവൻ, വേദനയെന്ന് പേരുള്ളവൻ. ചിലപ്പോൾ എന്താണ് പേര് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ നല്ല നല്ല പേരുകളൊക്കെ പറയും. ഒരുപക്ഷെ അവൻ്റെ അമ്മ അവൻ്റെ ജീവിതത്തിൽ വളരെ പ്രയാസത്തോടെ, ബുദ്ധിമുട്ടോട് അവനെ പ്രസവിച്ചതുകൊണ്ടായിരിക്കാം അവന് ഈ വേദന എന്നുള്ള പേര് കൊടുത്തത്. ഈ ദുഃഖം, സങ്കടം എന്നൊക്കെ പറയുന്നതായ പേര് കൊടുത്ത്. പേരിന് വലിയ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, 1-ാം അധ്യായം 60-ാം വാക്യത്തിൽ എന്തുവാ? സെക്കരിയാവ് എലിസബത്ത് ദമ്പതികൾ, അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഇവൻ എന്ത് പേര് കൊടുക്കണമെന്ന് ചോദിക്കുന്നു. അവരുടെ കുലത്തിലുള്ളവർ, അവരുടെ വീട്ടിലുള്ളവരൊക്കെ പറയുന്നു, ഇവൻ്റെ അപ്പൻ്റെ പേര് പോലെ തന്നെ ഇവനെ കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെയാണോ അവർ പേര് കൊടുത്തത്? അല്ല, അവൻ്റെ അമ്മ പറയുന്നു, എന്തുവാണ് പറയുന്നത്? ഇവനെ യോഹന്നാൻ എന്ന് വിളിക്കണം, യോഹന്നാൻ എന്ന് വിളിക്കണം എന്ന് പറയുന്നു. പേര് വളരെ പ്രധാനപ്പെട്ടതാണ്.
പിന്നീട് യോഹന്നാൻ ആരായി മാറുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമ്മുടെ ഒരു കല്യാണമൊക്കെ വരുമ്പോൾ നമ്മൾ പേര് നോക്കും, അല്ലെ വീട് നോക്കും, ഓരോ പദവികളൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ അതൊക്കെ നിശ്ചയിക്കുന്നത്. യുവർ ഡെസ്റ്റിനി ഈസ് ഗ്രേറ്റർ ദാൻ യുവർ ഹിസ്റ്ററി. വേർ യു ആർ ഗോയിങ് ഈസ് ബെറ്റർ ദാൻ വേർ യു ആർ കമ്മിങ് ഫ്രം എന്നാണ്. എവിടെ നിന്നാണ് നീ വന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇവൻ്റെ അമ്മ ചെയ്യാത്ത കുറ്റത്തിനാണ് ഇവനൊരു പേര് കൊടുത്തത്. അവനൊന്നും അറിഞ്ഞിട്ടില്ല, അല്ലേ? പെയിൻ, സോറോ എന്നൊക്കെ പേര് കൊടുക്കുക. അവനറിയാത്ത, അവൻ ചെയ്യാതെ പോയതായ കുറ്റത്തിന്. പ്രിയപ്പെട്ടവരെ, നമ്മളും ചിലർ ഇതുപോലെയൊക്കെയാണ്. നമ്മൾ അറിയാതെ പോകുന്ന ചില കുറ്റത്തിന് വേണ്ടി, നമ്മൾ ഒന്നും അറിയാത്ത ചില കാര്യത്തിന് വേണ്ടി ചില പേരുകളൊക്കെ നമുക്ക് തരും. കള്ളുകുടിയൻ, കൊള്ളരുതാത്തവൻ, ഒന്നിനും കൊള്ളരുതാത്തവൻ, വെറും പഴുങ്ങഞ്ഞിയാവൻ എന്ന് ചിലർ പറയാറുണ്ട്, അല്ലേ? അവനെ കൊണ്ട് എന്ത് ഗുണമാ ഉള്ളേ എന്ന് ചോദിക്കും. ചിലരെ നമ്മൾ അങ്ങനെ വിളിക്കാറുണ്ട്, നമ്മൾ പറയാറുണ്ട്. ചില പേരുകൾ നമ്മളെ വിളിക്കുമ്പോൾ വേദനപ്പെട്ട ചിലരെങ്കിലും ഇവിടെയൊക്കെ കാണും. ഇവിടെ ഇരിക്കുന്നുണ്ടായിരിക്കുമെന്ന്, എന്നെ അവരങ്ങനെ വിളിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് വേദനിക്കുന്നവരായ ചില പേര്, ചില ഇരട്ട പേരുകളൊക്കെ നമ്മൾ ചിലരെ വിളിക്കാറുണ്ട്. അത് നമ്മളുടെ ജീവിതത്തിൽ വലിയ വിഷമമായി കാണും. ഈ യബ്ബേസിൻ്റെ ജീവിതത്തിലും അവൻ്റെ ജീവിതത്തിലും അവന് വലിയ വിഷമമായി. നിന്റെ പേരിനെ തകർക്കുന്നവർ അനേകരാണ്. ഇന്ന് നമ്മുടെ പേരിനെ തകർക്കുവാൻ അനേകരിവിടെ കാണും. എന്നാൽ നിന്റെ പേരിന് മാനം നൽകുവാൻ പോകുന്ന ഒരാളുണ്ട്. യബ്ബേസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ മാന്യനായിരുന്നു. ചിലർ നമുക്ക് നൽകിയ മുദ്ര നമ്മുടെ ജീവിതത്തിൽ വലിയ വേദനയാണ്, വലിയ പ്രയാസമാണ്. വാട്ട് ആർ യു എക്സ്പെക്ടിങ് ഫ്രം ഗോഡ്? എന്താണ് നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അത് ഇന്ന് നിങ്ങൾക്ക് ദൈവം നൽകുവാൻ പോകുക. ചിലതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്, അല്ലേ? നമ്മളുടെയൊക്കെ വിശ്വാസത്തിനനുസരിച്ചാണ് ദൈവം നമുക്ക് തരുവാനായിട്ട് പോകുന്നത്, ദൈവം നമ്മളെ ഉയർത്തുവാനായിട്ട് പോകുന്നത്. അക്കോർഡിംഗ് യുവർ ഫെയ്ത്ത് യു വിൽ ബി ഡൺ ഫോർ യു. നമ്മളുടെ വിശ്വാസത്തിനനുസരിച്ച് നിനക്ക് ലഭിക്കുവാൻ പോകുകയാണ്. എത്ര വർഷമായി നമ്മൾ പ്രാർത്ഥിക്കുന്നു, എത്ര വർഷമായി നമ്മൾ ഈ തരംഗത്തിൽ വരുന്നു. നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അതോ നമ്മൾ ഈ തരംഗത്തിൽ, ഈ ഉണർവ് യോഗം ഒരുപക്ഷെ ആരംഭിച്ചപ്പോൾ വന്നവരിവിടെ കാണും. അന്ന് നമുക്ക് എന്ത് വിശ്വാസമുണ്ടായിരുന്നോ അതേ വിശ്വാസത്തിൽ തന്നെയാണോ ഇന്ന് ഇവിടെ ഞാൻ ഈ പ്രസംഗിക്കുമ്പോഴും നിങ്ങളിവിടെ നിൽക്കുന്നത്? എത്രയോ വർഷമായി. എനിക്ക് തോന്നുന്നത് ഒരു 2016-17 വർഷങ്ങളിലാണെന്ന് തോന്നുന്നു ഈ ഉണർവ് യോഗം തരംഗത്തിൽ ഇവിടെ ആരംഭിച്ച് കാണുന്നത്. അതോ അത് കഴിഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പ്രിയപ്പെട്ടവരെ, അതേ വിശ്വാസത്തിലാണോ നമ്മൾ? പടിപടിയായി നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഉയർത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. നമ്മുടെ വിശ്വാസത്തെ എത്രമാത്രം ഉയർത്തുവാൻ നമുക്ക് സാധിച്ചു? ഇൻക്രീസ് യുവർ ഫെയ്ത്ത് ബൈ സ്റ്റെപ്പ്. നമ്മുടെ വിശ്വാസത്തെ ഓരോ പടിപടിയായി വർദ്ധിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. മത്തായി 9:29 അവൻ അവരുടെ കണ്ണ് തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്നാണ് പറയുന്നത്. ആ സ്ത്രീയുടെ വിശ്വാസം കണ്ടിട്ടാണ് യേശു അവൾക്ക് സൗഖ്യം കൊടുത്തത്. ഞാൻ പറഞ്ഞില്ലേ, അവൾക്ക് യേശുവിൻ്റെ മുന്നിലേക്ക് വരുവാൻ ഭയമായിരുന്നു. ഭയത്തോടെയാണ് അവൾ നിന്നത്. നീ വിശ്വസിക്കണം. നീ വിശ്വസിച്ചാൽ ഇന്ന് ഒരു അത്ഭുതം നടക്കുവാനായിട്ട് പോവുക. ഹല്ലേലൂയ. നിനക്ക് ഈ വിശ്വാസമുണ്ടോ? ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണമെന്ന്, നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ വേണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ വിശ്വസിക്കണം. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 7:14 വായിക്കുന്നു. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വാക്യം. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തിക്കൊടുക്കും. ഹല്ലേലൂയ. ഞങ്ങളുടെ പാപം ക്ഷമിച്ച് സൗഖ്യം വരുത്തിക്കൊടുത്തും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുവാൻ. പാപം ഏറ്റുപറഞ്ഞാൽ ഇന്ന് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. ഇന്ന് മാനസാന്തരപ്പെടുവാൻ നാം തയ്യാറാണോ?
ഇന്ന് പാപം ഏറ്റുപറയുവാൻ നാം തയ്യാറാണോ? പ്രിയമുള്ളവരെ, ഇന്ന് അന്ധകാരം നിറഞ്ഞ ഒരു ലോകത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? പ്രകാശമുള്ള ലോകത്തിലേക്ക് വരുവാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? നമ്മുടെ വിശ്വാസം ഇന്ന് എവിടെയാ? നിന്റെ പേര് ഇന്ന് മാറ്റി എഴുതുവാൻ സാധിക്കും. നീ വിശ്വസിക്കുന്നുവോ? അസൂയക്കാരൻ നിന്ന് പേര് വിളിച്ചവർ കാണാം. കടം മേടിച്ചവനെന്ന് പേര് വിളിച്ചവൻ കാണാം. ഉഴപ്പൻ എന്ന പേര് വിളിച്ചവൻ കാണാം. നശിപ്പിച്ചവൻ എന്ന പേര് വിളിച്ചവർ കാണാം. കള്ളൻ എന്ന പേര് വിളിച്ചവൻ കാണാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ രോഗി എന്ന പേര് വിളിച്ചവർ പല പല പേരുകളായിരിക്കാം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് എൻ്റെ പേര് മാറ്റി വിളിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവേ, എൻ്റെ പേരെന്ന് മാറ്റി എഴുതണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുമോ? നീയാണ് ഏറ്റവും നല്ലവൻ, നീയാണ് ഏറ്റവും മാന്യനെന്ന് എന്നെ വിളിക്കും, അങ്ങനെ ഞാൻ കേൾക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു പക്ഷേ രോഗികളായിട്ടായിരിക്കാം. ഇന്ന് ഒത്തിരി രോഗികളുടെ എൻ്റെ രോഗത്തിൽ നിന്ന് ഒരു വിടുതൽ ലഭിച്ച് എനിക്കിന്ന് ഇവിടെ നിന്ന് പോകുവാൻ സാധിക്കുമോ? ഞാൻ പറഞ്ഞല്ലോ, പേടിയോടെയാണ് ആ സ്ത്രീ വന്നത്. യു ക്യാൻ ലീവ് ബൈ ഫിയർ ഓർ ഫെയ്ത്ത്. പേടിയോടെ ജീവിക്കാം, അല്ലെ വിശ്വാസത്തോടെ ജീവിക്കാം. ഏതാണ് വേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. യബ്ബേസിൻ്റെ ശക്തമായ ഒരു പ്രാർത്ഥനയാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. യബ്ബേസിൻ്റെ ഒരു പ്രാർത്ഥന. വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയെ ഇന്ന് ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ വന്ന് മാറിപ്പോകുവാനായിട്ട് സാധിക്കുമോ? പ്രാർത്ഥനയിലൂടെ പേര് മാറ്റി എഴുതിയവനാണ് യബ്ബേസ്. വിശ്വാസത്തോടെ പേര് മാറ്റി എഴുതിയവനാണ് യബ്ബേസ്. എല്ലാ ദിവസവും ഈ ഒരു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. ഞാൻ വായിച്ച ഈ 1 ദിനവൃത്താന്തം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം എന്തുവാണ് അവിടെ എഴുതിയിരിക്കുന്നത്? എന്താണ് വിശ്വാസം? ഉറക്കെ പറഞ്ഞ് യബ്ബേസ് വിശ്വാസത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്. എന്തുവാണ് എഴുതിയിരിക്കുന്നത്? യബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച്, എന്തുവാ പറഞ്ഞിരിക്കുന്നത്? നീ നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണം. യബ്ബേസ് പ്രേഡ് യു ബ്ലസ് മീ ഇൻ ഡീഡ്. നിശ്ചയമായി അനുഗ്രഹിക്കണം. ഒന്നാമതായിട്ട് അവിടെ കാണുന്നത് പ്രേ ഫോർ ബ്ലെസ്സിങ്, അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. യബ്ബേസിൻ്റെ വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയാ. അനുഗ്രഹത്തിനായി യബ്ബേസ് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന ഇന്ന് ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ, നമ്മുടെ ബെഡ്റൂമിൽ ഈ പ്രാർത്ഥനയോടെ ആരംഭിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? യബ്ബേസ് പ്രാർത്ഥിക്കുക, നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. പേരുകൊണ്ട് സന്തോഷമില്ലാത്തവൻ യഥാർത്ഥമായി ജീവിതത്തിൽ സന്തോഷം നൽകണമെന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും എന്നെ ശപിക്കപ്പെട്ടവനെന്ന്, എല്ലാവരും എന്നെ വ്യസനമെന്ന് വിളിച്ചിരിക്കുക. എൻ്റെ ദുഃഖം ഇന്ന് മാറണം, എന്നെ അനുഗ്രഹിക്കണമെന്ന് യബ്ബേസ് പ്രാർത്ഥിക്കുക. ശപിക്കപ്പെട്ടവൻ എന്നുള്ളതായ എൻ്റെ പേര് മാറി എന്നെ നീ ആശീർവദിക്കണമേ എന്ന് യബ്ബേസ് പ്രാർത്ഥിക്കുക. നമ്മൾ ഇന്ന് ഒരേ ലെവലിൽ തന്നെ നിൽക്കുക. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, അടുത്ത ലെവലിലേക്ക് നമുക്ക് കടക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഒന്നൊന്നായി നൽകുന്ന ഒരു ദൈവമാ നമുക്കുള്ളത്. തമ്പുരാൻ നിങ്ങളെ ഡബിളായി അനുഗ്രഹിക്കുന്ന ദൈവമാ. യബ്ബേസ് പ്രാർത്ഥിക്കുന്നത് പോലെ എന്നും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചാൽ ഇരട്ടിയായി തരുന്ന ഒരു ദൈവമാ നമുക്കുള്ളത്. ഹല്ലേലൂയ. ഏറ്റെടുക്കുവാൻ ഇന്ന് തയ്യാറാണോ? ആമേൻ. യെശയ്യാ പ്രവചനം 61-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കാം. യെശയ്യാവ് 61:7. ആമേൻ. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യാനന്ദം അവർക്കുണ്ടാകും. എന്തുകൊണ്ടാകും? നിത്യ ആനന്ദം. എന്തോ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം ലഭിക്കും. ഹല്ലേലൂയ. ലജ്ജയ്ക്ക് പകരം തങ്ങളുടെ ഓഹരിയിൽ അവർ സന്തോഷിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ 3 കഥാപാത്രങ്ങളെ കാണാറുണ്ട്. ഒന്ന് എൽക്കാന, പിന്നെ ആരാ? 2 ഭാര്യമാർ, പെനീന, ഹന്ന. ഹന്നായെ ദുഃഖിപ്പിച്ചപ്പോൾ, അവർ വ്യസനത്തോടെ ഇരുന്നപ്പോൾ എന്തുവാണ് എൽക്കാന കൊടുക്കുന്നത്?
ഇരട്ടി പ്രതിഫലമാണ് കൊടുക്കുന്നത്. അതുപോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വേദനയോടെയാണെങ്കിൽ, നിങ്ങളുടെ സങ്കടത്തോടെയാണെങ്കിൽ ഇരട്ടിയായി നൽകുന്ന, ഇരട്ടിയായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. അങ്ങനെ ഇരട്ടി അവകാശം പ്രാപിക്കും, നിത്യ ആനന്ദം പ്രാപിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ ആദ്യം വായിച്ചത്, അവൻ മാന്യനായിരുന്നു, നിത്യ ആനന്ദം നിനക്ക് ലഭിക്കും, നിന്നെ മാന്യനായി തീർക്കുവാൻ മതിയായവനായ ഒരു ദൈവമായി ഇന്ന് ഇവിടെയുള്ളത്. ഹല്ലേലൂയ. വിശ്വസിക്കുവാൻ നാം തയ്യാറാണോ? ജബ്ബേസ് വാസ് ഹോണേർഡ് മോർ ദാൻ ഹിസ് ബ്രദേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ്റെ സഹോദരന്മാരെക്കാൾ അധികമായി അവനെ ബഹുമാനിച്ചു. സങ്കീർത്തനങ്ങൾ 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ എന്തുവാണ് വായിക്കുന്നത്? സങ്കീർത്തനം 5:12, യഹോവേ നീ നീതിമാനെ അനുഗ്രഹിക്കും, പരിചകൾ എന്ന് കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. നീതിമാനെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ അവിടെ ആയിരിക്കുമ്പോൾ, ഈ തരംഗത്തിൻ്റെ ഈ തീർത്ഥം ഹോളിൽ നമ്മളായിരിക്കുമ്പോൾ, നീതിമാനാണോ അല്ലയോ എന്ന് ഈ പകൽക്കാലം നാം ഓരോരുത്തരും ചിന്തിക്കണം. ഹല്ലേലൂയ. നിനക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട്. ജബ്ബേസിനെ പോലെ അവൻ്റെ സഹോദരന്മാരെക്കാൾ അധികമായി ദൈവം എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മളോട് തന്നെ ചോദിക്കണം, നമ്മൾ നീതിമാന്മാർ ആണോ അല്ലയോ എന്ന്. അവൻ നീതിമാനായിരുന്നു, ദൈവം അനുഗ്രഹിച്ചു. അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ചതായ ദൈവം ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇസ്ഹാക്കിനെ എങ്ങനെയാണ് ദൈവം അനുഗ്രഹിച്ചത്? ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിന് 12-ഉം 13-ഉം വാക്യം ഒന്ന് എടുത്ത് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 12-ഉം 13-ഉം വാക്യം. ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ചു മഹാധനവാനായി തീരുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസത്തെ പടിയായി ഉയർത്തണമെന്ന്. ഇസഹാക്ക് അവനെ ദൈവം അനുഗ്രഹിച്ചു. അവനെ എങ്ങനെയാണ് അനുഗ്രഹിച്ചത്? ഒറ്റയടിക്ക് ഒരു ലോട്ടറി എടുക്കുമ്പോൾ 100 കോടി ലഭിക്കണം, 10 കോടി ലഭിക്കണമെന്ന് പറഞ്ഞല്ല അനുഗ്രഹിച്ചത്. ഹല്ലേലൂയ. അവനെ അനുഗ്രഹിച്ചത് എങ്ങനെയാ? പടിയായി അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു. ഹല്ലേലൂയ. ഇന്ന് അനുഗ്രഹം പ്രാപിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ? ആമീൻ. ഈ തണലിൽ, ഈ തരംഗത്തിൽ, ഈ തീർത്ഥത്തിൻ്റെ തണലിൽ നമ്മളായിരിക്കുമ്പോൾ, കർത്താവേ പടിപടിയായി എന്നെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പടിപടിയായി ഉയർത്തി അനുഗ്രഹിക്കുന്ന ദൈവം. അവൻ്റെ സങ്കടത്തിൽ അവൻ പ്രാർത്ഥിച്ചു. ദൈവം എബേസിനെ അനുഗ്രഹിക്കണം, നീ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ആർക്കും അതിനെ തടയുവാനായിട്ട് സാധിക്കത്തില്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ തീരുമാനിച്ചാൽ ആർക്കും തടയുവാനായിട്ട് സാധിക്കില്ല. ഇസഹാക്കിനെ അവൻ അനുഗ്രഹിച്ചു, പടിപടിയായി ഉയർത്തി. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഏറ്റെടുക്കുന്നോ? ആരെങ്കിലും ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ നിശ്ചയിച്ചാൽ ഒരാൾക്കും വന്ന് അതിനെ തടയുവാനായിട്ട് സാധിക്കത്തില്ല. ആമേൻ. നമ്മളെ ഉയർത്തിക്കൊണ്ടേ ഇരിക്കും. നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നേടുവാനായിട്ട് സാധിക്കുമോ? നമുക്കൊന്നും നേടുവാനായിട്ട് സാധിക്കില്ല. സദൃശവാക്യം 10-ാം അധ്യായം 22-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കാം. സദൃശവാക്യം 10-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂട്ടുന്നില്ല. പ്രിയപ്പെട്ടവരെ, രാവിലെ മുതൽ നമ്മൾ കഷ്ടപ്പെടുകയാണ്, നമ്മൾ പാടുപെടുകയാണ്. ഇന്ന് ഈ തരംഗത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ ഇവിടെ അനുഗ്രഹമായി ആദ്യകാലങ്ങളിൽ ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നതാ. ദൈവം അവരെയൊക്കെ അനുഗ്രഹിച്ചു. അവരോർത്തു, ഇതെല്ലാം എൻ്റെ അധ്വാന ഫലത്താൽ കിട്ടിയതാണല്ലോ, ഇനിയും ഇതൊന്നും ആവശ്യമില്ല എന്നും പറഞ്ഞ് ഇന്ന് ഭവനത്തിലിരിക്കുക. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന എന്തുവാ? യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാന ഭവനത്താൽ ഒന്നും കൂടുന്നില്ല. നമുക്ക് എത്ര ആരോഗ്യമുണ്ടെങ്കിലും, എത്ര കഴിവുണ്ടെങ്കിലും, എത്ര ബുദ്ധിയുണ്ടെങ്കിലും ഒന്നും നമുക്ക് കൂട്ടുവാനായിട്ട് സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ കൈ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹം ഉണ്ടാകും. ധനത്തിന് വേണ്ടി മാത്രമല്ല, തമ്പുരാന് അനുഗ്രഹം ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ആമേൻ. എല്ലാ കഴിവുകളും ദൈവം തരുന്നതാ.
എന്ത് കഴിവായാലും. അല്ലേ? സ്തോത്രം പറ. ആമേൻ. ഇന്ന് പാടുവാൻ നിനക്ക് ദൈവം കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ കഴിവാ. ഇന്ന് പ്രസംഗിക്കുവാൻ ദൈവം നിനക്ക് കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കഴിവാ. ഹല്ലേലൂയ. ഇന്ന് മ്യൂസിക് വായിക്കുവാൻ ഇന്ന് കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കഴിവാ. ഇന്ന് കൃഷി ചെയ്യുവാൻ നിനക്ക് ദൈവം കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ അത് അധ്വാനം ദൈവം നൽകുന്ന ആരോഗ്യമാ. ഹല്ലേലൂയ. എത്രയോ പേർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, ആരോഗ്യമില്ലാതെ ഭവനത്തിൽ കഴിയുക, എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാതെ ഇരിക്കുക. അച്ഛൻ ഇവിടെ പറഞ്ഞു കൈകൊട്ടി പാടുവാൻ, ഇന്ന് കൈയടിക്കുവാൻ കഴിവില്ലാതെ എത്രയോ പേരുണ്ട്. ദൈവം നിനക്ക് 2 കൈയും തന്നപ്പോൾ കൈയടിച്ച് പാടണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം പറയാ. ദൈവമേ, എനിക്ക് കൈ തന്നിരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. എത്രയോ പേര് കാലില്ലാതെ നടക്കുവാൻ കഴിയില്ലാത്തവരുണ്ട്. ദൈവം എനിക്ക് നടക്കുവാൻ ഇന്ന് ഭാഗ്യം തന്നല്ലോ, ഈ തരംഗത്തിൽ വരുവാൻ ഭാഗ്യം നൽകിയല്ലോ. സ്തോത്രം പറ. ആമേൻ. ദൈവത്തിന്റെ കൃപയാ. നിന്റെ പേര് വലുതാക്കുന്നവൻ ആരാ? ദൈവമാ. ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധിയല്ല, എല്ലാ ബ്ലെസ്സിങ്ങും ദൈവത്തിന്റെ കൃപയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമുക്ക് ഒന്നും നേടുവാനായിട്ട് സാധിക്കും. നമ്മൾ ചിലപ്പോൾ സാധിക്കില്ല. നമ്മൾ ചിലപ്പോൾ പറയും, അച്ഛാ ഞാൻ തരംഗത്തിൽ ആദ്യം മുതൽ വരികയാണ്, ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ എനിക്ക് ഒന്നും ലഭിക്കുന്നില്ലല്ലോ, ഞാൻ ഇന്നും സങ്കടത്തിലാണല്ലോ എന്നൊക്കെ പറയാറുണ്ട്. പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ പറയും. പാപം നീ ഏറ്റു പറയുന്നില്ല എങ്കിൽ തമ്പുരാന് നിനക്ക് ഒന്നും നൽകുവാനായിട്ട് സാധിക്കില്ല. നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ചില ശുദ്ധീകരണം ആവശ്യമാണ്. ഹല്ലേലൂയ. ചില ശുദ്ധീകരണം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ അനുഗ്രഹമൊക്കെ ലഭിക്കുകയുള്ളൂ. നിൻ്റെ അവസ്ഥയിൽ നിന്ന് നിനക്ക് മാറണം, പടിപടിയായി ഉയരണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിൻ്റെ പാപത്തെ നീ ഏറ്റുപറയണം, നീ മാനസാന്തരപ്പെടണം. ആമേൻ. ഈ തീർത്ഥത്തിൻ്റെ ഹാളിൽ ഇന്ന് പാപത്തെ ഏറ്റുപറയുവാൻ നാം തയ്യാറാണോ? ഹല്ലേലൂയ. നമുക്ക് അനുഗ്രഹം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? എൻ്റെ രോഗത്തിൽ നിന്ന് ഒരു വിടുതൽ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ന് സന്തോഷത്തോടെ എനിക്ക് ഇവിടെ നിന്ന് മടങ്ങിപ്പോണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു മാനസാന്തരം ആവശ്യമാണ്, ഒരു അനുതാപം ആവശ്യമാണ്. നമ്മുടെ പാപത്തെ നമ്മൾ അനുതാപത്തോടെ ഏറ്റുപറയുവാനായിട്ട് സാധിക്കണം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ ഭൂമിയിലെ സകല ജാതികൾക്കും മീതെ ഉന്നതമാക്കും. ഹല്ലേലൂയ. എന്തുവാ പറഞ്ഞിരിക്കുന്നത്? നീ ദൈവമായ യഹോവയെ നീ വാക്കുകളെ ശ്രദ്ധയോടെ കേട്ട് നടന്നു കഴിഞ്ഞാൽ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതനാക്കും. ഹല്ലേലൂയ. ആർക്കും എങ്ങനെയും ലഭിക്കത്തില്ല ദൈവത്തിൻ്റെ അനുഗ്രഹം അതുല്യമാണ്. ആമേൻ. അത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ ജീവിതവും അതുല്യമായിരിക്കണം. ആമേൻ. എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അതുല്യമായിരിക്കണം. ഹല്ലേലൂയ. സ്വർഗം അതാണ് ആഗ്രഹിക്കുന്നത്. മോശ ജനത്തോട് പറയുകയാണ്, യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികളും മീതെ ഉന്നതമാക്കും. എന്നാൽ മോശ ജനങ്ങളോട് പറയുന്ന 2 കാര്യങ്ങൾ അവിടെയുണ്ട്. ഒന്ന് യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കണം. യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കണം. ഓരോ ദൈവവചനവും കേൾക്കുമ്പോൾ അത് ശ്രദ്ധയോടെ കേൾക്കണം. ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല, ആര് പറയുന്നു എന്നുള്ളതല്ല, ഈ വചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ നാം തയ്യാറാകണം. രണ്ടാമതൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. ആമേൻ. സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. ഹല്ലേലൂയ. സകല കൽപ്പനകളും പ്രമാണിച്ച് നടക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? വചനം കേൾക്കണം, വചനം പ്രമാണിക്കണം. ആമേൻ. ഇന്ന് ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഓർമ്മിപ്പിച്ചു, ഞങ്ങൾ വചനമെല്ലാം കേൾക്കുന്നവരാ കർത്താവേ. എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രമാണിക്കുന്നുണ്ട്. അച്ഛനെ സ്വാഗതം ചെയ്തപ്പോൾ പറഞ്ഞല്ലോ, പലർക്കും എന്നെ അറിയാമല്ലോ, ഞാൻ കാവലിൽ ദീർഘനാൾ ശുശ്രൂഷ ചെയ്തു. ദൈവത്തിൻ്റെ കൃപയാൽ 6 വർഷം അവിടെ ശുശ്രൂഷ ചെയ്തു. പ്രിയപ്പെട്ട ജോസഫ് ദേശി ഇരിപ്പുണ്ട്. ഒരു ദിവസം തൃക്കുന്നപ്പുഴയിലെ ഗ്രാമത്തിലേക്ക് എന്നെ ജോസഫ് ദേശി വിളിച്ചുകൊണ്ടുപോയി. ജോസഫ് ദേശി എന്നെ അവിടെ വിളിച്ചുകൊണ്ടുപോയിട്ട് ഒരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഞങ്ങൾ വീട്ടിൽ കയറി ചെന്നപ്പോൾ ഒരു സ്ത്രീ അവിടെ കട്ടിലിൽ ഇങ്ങനെ കിടക്കുകയാണ്.
ഒരു നിവൃത്തിയുമില്ല, എഴുന്നേൽക്കുവാൻ കഴിയത്തില്ല. അവളുടെ ശരീരം മൊത്തം, അവളുടെ തൊലി മൊത്തം ഇളകിപ്പോവുക, എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുക. ഒരു വല്യമ്മ അവക്കുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. ഭർത്താവ് ഉപേക്ഷിച്ചു പോയി, രോഗകാരണം അവിടെ ഉപേക്ഷിച്ചു പോയി. യാതൊരു ഉപജീവന മാർഗവുമില്ല. അവൾക്ക് എഴുന്നേറ്റ് പണിക്ക് പോകുവാൻ സാധിക്കത്തില്ല. ഈ വല്യമ്മ കടൽ തീരമാണ്, നിങ്ങൾ ഓർക്കണം. എന്നും പട്ടിണിയുടെ ദിനങ്ങളാണ് അവിടെ. വല്ലപ്പോഴും വല്ല വീട്ടുകളിലും പോയി അടുക്കളയൊക്കെ കഴുകുവാനായിട്ട് പോകും, അവരുടെ പാത്രങ്ങളൊക്കെ കഴുകുവാനായിട്ട് പോകും. അവിടെ ചെന്ന് കഴുകുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കും, അതും കൊണ്ട് വന്ന് അവർ ഭക്ഷണം കഴിക്കും. എന്നാൽ അവിടെ 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ നമ്മുടെ തൃക്കുന്നപ്പുഴ ഒരു മാർത്തോമ LP സ്കൂളുണ്ട്, അവിടെയാണ് പഠിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, LP സ്കൂളിൽ പണ്ട് കാലങ്ങളിലൊക്കെ പഠിച്ചവർക്കറിയാം, അവിടെ ഒരു പക്ഷേ നമ്മൾ അവിടെ വട്ട ഇലയുമായിട്ടൊക്കെ പോയി ഉപ്പുമാവ് കഴിച്ചവർ ഇവിടെ ഇരിപ്പുണ്ടായിരിക്കാം, ഇല്ലേ? അവിടെ നിന്ന് കഞ്ഞിയൊക്കെ കുടിച്ചവർ. പണ്ട് കാലങ്ങളിലൊക്കെ ഉപ്പുമാവായിരുന്നു. അവിടെ നിന്ന് ആ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് ഇന്നിവിടെ ആക്കിയിരുന്ന് നമ്മൾ ബിരിയാണിയും ഫ്രൈഡ് റൈസും ബർഗറും ഒക്കെ കഴിക്കുന്നതെന്ന് ഓർമ്മ വേണം. ഹല്ലേലൂയ, മറന്നു പോകരുത്. പ്രമാണങ്ങളെ ഓർക്കണം. ഈ കുഞ്ഞുങ്ങൾ അവിടെ ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളൊക്കെ കുറച്ചുകൂടെ പുരോഗമനമായി. ഇപ്പോൾ ഞങ്ങളൊക്കെ അന്ന് അവിടെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുമായിരുന്നു. ഇന്നിപ്പോൾ അതും മാറി. ഈ കഴിഞ്ഞ കൊല്ലം മുതൽ വേറെ ബിരിയാണിയും ഫ്രൈഡ് റൈസൊക്കെ കൊടുക്കുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അന്ന് 2 കുഞ്ഞുങ്ങൾക്കും 2 പൊതി ചോറ്, അവിടെ 2 പ്ലേറ്റ് ചോറ് അവിടെ നിന്ന് കിട്ടും. ഈ കുഞ്ഞുങ്ങളെ 2 പ്ലേറ്റ് നീട്ടി ഈ 2 പ്ലേറ്റിലും അവർ ചോറ് വാങ്ങും. അവർ അതിൻ്റെ കൂട്ടാനൊക്കെ വാങ്ങിയിട്ട് ഈ 2 കുഞ്ഞുങ്ങൾക്കും അവരുടെ വീട്ടിലെ വേദന അറിയാം, അവരുടെ വീട്ടിലെ സങ്കടം അവർക്കറിയാം. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ലാതെ പോകുന്നത് അതാ. അവർക്ക് വീട്ടിലെ വേദന അറിയത്തില്ല, അവർക്ക് വീട്ടിലെ സങ്കടം അറിയത്തില്ല, മാതാപിതാക്കളുടെ കഷ്ടപ്പാട് അറിയത്തില്ല. എന്നെ കേൾക്കുന്ന യുവജനങ്ങളെ, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കൾ എന്തുമാത്രം കഷ്ടപ്പാടുകൾ സഹിക്കുന്നുണ്ട്, എന്തുമാത്രം കണ്ണീരൊഴുക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ഈ 2 കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അവരുടെ വീട്ടിലെ വേദന അറിയാം. അവരുടെ ആ അമ്മയും വല്യമ്മയും ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ കഴിയുകയാണെന്നവർക്കറിയാം. അവർ 2 പേരും ആ ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കും. 2 പേർക്കും 2 പ്ലേറ്റാണ് കിട്ടിയത്. പക്ഷെ ഒരു പ്ലേറ്റിൽ നിന്ന് അവർ കഴിക്കും. ഒരു പ്ലേറ്റിലെ ചോറ് അവർ വീട്ടിലേക്ക് കൊണ്ടുപോകും. ആർക്ക? അവരുടെ അമ്മയ്ക്ക്, അവരുടെ വല്യമ്മയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെയുള്ള ഒരു വീട്ടിലാണ്. അന്ന് അവർ സ്ത്രീയെ കണ്ടു. ഞങ്ങൾ പറഞ്ഞു, പ്രാർത്ഥിക്കണം, നിനക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. അന്ന് തിമോത്തിയോസ് തിരുമേനിയ അന്ന് വന്ന് തിരുമേനിയോട് ഈ കാര്യം പറഞ്ഞു. അന്ന് ആരംഭിച്ചതാ ജീവനം എന്ന് പറയുന്നതായ പ്രോജക്റ്റ്. ഭക്ഷണമില്ലാത്തവർക്ക് വീടുകളിൽ മാസത്തിൻ്റെ ആദ്യം ഒരു കിറ്റ് കൊണ്ടുപോയി കൊടുക്കുന്നത്. തൃക്കുന്നപ്പുഴയിൽ അത് കൊടുക്കുന്നുണ്ട്, ഇപ്പോഴും കൊടുക്കുന്നുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഇവളോട് ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കണം. അവൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അവളുടെ രോഗം ഭേദമാകുവാനായിട്ട് തുടങ്ങി. ഞാൻ അവളുടെ രോഗം ഇങ്ങനെ ഭേദമാകുന്നത് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഒരു ദിവസം ഞാൻ പള്ളിയിൽ പുൾപിറ്റ് ചേഞ്ചിന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. ഇതുപോലെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ അവളൊരു ഹിന്ദു സ്ത്രീ, അജിത എന്ന് പറയുന്നത്. ഇവളെ ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. ഞാൻ എല്ലാം കഴിഞ്ഞപ്പോൾ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, അജിതയല്ലേ? ഒരു ഹിന്ദു സ്ത്രീ. അവൾക്ക് സൗഖ്യം കിട്ടിയപ്പോൾ അവൾ ദൈവത്തിൻ്റെ പ്രമാണം പ്രമാണിച്ചുകൊണ്ട് കാർത്തിയപ്പള്ളിയുടെ മുന്നിൽ തറയിൽ വന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചപ്പോൾ ഈ ഉണർവ് യോഗത്തിൽ നിന്ന് അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോയിട്ട് മടങ്ങി വരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? കൽപ്പനകൾ നിങ്ങൾ പ്രമാണിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അവളെ ദൈവം അനുഗ്രഹിച്ചു. അതുമാത്രമല്ല, അവൾക്ക് ദൈവം സൗഖ്യം കൊടുത്തപ്പോൾ ഞങ്ങളൊരു തയ്യൽ മിഷൻ മേടിച്ചു കൊടുത്തു. അവൾ ആ തയ്യൽ മിഷനിലൂടെ ഇന്ന് ഉപജീവനം കിടക്കുന്നു. ദൈവം അവളെ മാനിച്ചു. ഹല്ലേലൂയ. എബേസിനെ മാനിച്ചതുപോലെ ദൈവം അവളെ മാനിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്ക് എണ്ണിച്ചു നടക്കുവാൻ കഴിയാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ കിടന്ന സ്ത്രീയെ ദൈവത്തിന് അനുഗ്രഹിക്കുവാൻ കഴിയുമെങ്കിൽ, ഇന്ന് വേദനയോടെ സങ്കടത്തോടെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, നിങ്ങളെ ഇരട്ടിയായി അനുഗ്രഹിക്കുവാൻ മതിയായവനായ ഒരു തമ്പുരാൻ ഇന്ന് ഈ തീർത്ഥത്തിൽ നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. വചനം കേൾക്കണം, പ്രമാണിക്കണം. അങ്ങനെയെങ്കിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ പട്ടിക താഴെ നാം വീണ്ടും കേൾക്കുന്നുണ്ട്. ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അതുല്യമാണ് പ്രിയപ്പെട്ടവരെ. ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അതുല്യമാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 3 മുതൽ 9 വരെ ഒന്ന് വായിക്കാം. ആവർത്തന പുസ്തകം. വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും,
ആദ്യം പറയുന്നുണ്ട്, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും, പിന്നെ നിന്റെ ഗർഭഫലം നീ അനുഗ്രഹിക്കപ്പെടും, കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കന്നുകാലിയുടെ പേരും ആടുകളുടെ പിറപ്പും നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും, അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ നിന്റെ യഹോവ നിന്റെ മുന്നിൽ തോൽക്കുമാറാക്കും. ഹല്ലേലൂയ. തുടർന്ന് അവർ പടിപടിയായി നിന്റെ മേരെ വരും, 7 പടിയായി നിന്റെ നിന്നിൽ നിന്ന് ഓടിപ്പോവും. യഹോവ നിന്റെ കളപ്പുരമേലും നീ തൊടുന്ന എല്ലാറ്റിന്മേലും. ഹല്ലേലൂയ. നീ എന്തോ എഴുതിയിരിക്കുന്നത്? നീ തൊടുന്ന എല്ലാറ്റിന്മേലും ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ എന്തു ചെയ്യണം? ദൈവത്തിന്റെ ഈ വചനം കേൾക്കണം. അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്ന നീ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നീ വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവം ഇന്ന് നിന്നോട് ചോദിക്കുക, ഏറ്റെടുക്കുവാൻ തയ്യാറാണോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ തീർത്ഥത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഈ വചനം ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഇത് കേട്ട് അനുസരിച്ചാൽ, നിന്റെ പാപത്തെ നീ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം നീ തൊടുന്നതൊക്കെയും നിന്റെ പിതാത്തെ, ഇന്ന് കുഞ്ഞുങ്ങളില്ലാതെ ഇവിടെ പ്രാർത്ഥിച്ചവരുണ്ടല്ലോ, എന്തുവാണ് അവിടെ എഴുതിയിരിക്കുന്നത്? നിന്റെ ഗർഭഫലം, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാ. പക്ഷേ ദൈവത്തിന് മുന്നിൽ നീ ഏറ്റുപറയണം. നിന്നെ വിശുദ്ധ ജനമാക്കുമെന്ന് അത് കഴിഞ്ഞാ പറഞ്ഞിരിക്കുന്നത്. അനുഗ്രഹം വ്യവസ്ഥകളുള്ളതാ, മറന്നുപോകല്ലേ. ഹല്ലേലൂയ. ചുമ്മാ വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാൽ അനുഗ്രഹം ലഭിക്കത്തില്ല. അനുഗ്രഹം വ്യവസ്ഥകളുള്ളതാ. ആമേൻ. ഈ വ്യവസ്ഥകൾ പാലിക്കുവാനായിട്ട് സാധിക്കണം. 13-ാമത്തെ വാക്യം കൂടെ വായിക്കാം. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. ഹല്ലേലൂയ. എന്തുവായോ, നീ ഈ കൽപ്പനകളെ പ്രമാണിച്ച് നടന്ന നിന്നെ വാലല്ല തലയാക്കുന്ന ഒരു ദൈവമാ നമുക്കുള്ളത്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഏറ്റെടുത്തവർക്കായി സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എബേസ് അനുഗ്രഹിച്ചു. കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണമേ. ഇന്ന് വേദനയോടെ സങ്കടത്തോടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്ക്, കർത്താവേ എന്നെ അനുഗ്രഹിക്കണം. പിന്നീട് എന്തുവാണ് എബേസ് പ്രാർത്ഥിക്കുന്നത്? രണ്ടാമതായി 1 ദിനവൃത്താന്തം 4:10 എൻ്റെ അതിർ വിസ്താരമാക്കണമേ. എബേസ് prayed, enlarge my territory, enlarge my border. എൻ്റെ അതിരുകളെ വിസ്താരമാക്കണമേ. പ്രേ ഫോർ ഇൻഫ്ലുവൻസ്, സ്വാധീനത്തിനായി പ്രാർത്ഥിക്കുക. എബേസ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ അതിരുകളെ വിശാലമാക്കണമേ, സ്വാധീനത്തിനായി പ്രാർത്ഥിക്കുക. എൻലാർജ് മൈ ടെറിട്ടറി, അതിരുകളെ വിസ്താരമാക്കുക. എന്തുവാണ് അതിരുകളെ വിസ്താരമാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവേ ഞാൻ ഇന്നിവിടെ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നു. ഞാൻ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ എൻ്റെ ഭർത്താവ് ആ തൂമ്പയൊക്കെ എടുത്ത് അടുത്തവൻ്റെ ആ കതിരുകല്ല് ഇളക്കി ഇച്ചിരിയുടെ അങ്ങോട്ട് നീക്കിയിട്ടിട്ട് എൻ്റെ അതിരിനെ വിസ്താരമാക്കണം. അല്ലേ? അതാണോ നമ്മുടെ ആഗ്രഹം? അതാണോ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതല്ല. അങ്ങനെയുള്ള അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതല്ല ഉദ്ദേശിക്കുന്നത്. കർത്താവേ എൻ്റെ അതിൽ നമ്മുടെ പ്രാർത്ഥന ചിലത് പരിധി ഒക്കെ വെച്ചുള്ള പ്രാർത്ഥനയാണ്, ചില പരിമിതമൊക്കെ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. കർത്താവേ എൻ്റെ പനി മാറ്റണമേ. ഞാൻ ആദ്യം പറഞ്ഞു, പടിപടിയായി ഉയർത്തണം. തരംഗത്തിൽ ഇവിടെ ആരംഭിച്ചപ്പോൾ മുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ എൻ്റെ മുട്ടിന് വേദനയാ, എൻ്റെ മുട്ടിന് വേദനയെ മാറ്റണമേ. എൻ്റെ കുഞ്ഞിന് ബോർഡ് എക്സാമാ, അത് മാറ്റണമേ. നമ്മുടെ ചില പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സങ്കീർത്തനം 2-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിക്കാം. സങ്കീർത്തനം 2:8. എന്നോട് ചോദിച്ചു കൊള്ളുക, ആമേൻ. തമ്പുരാൻ പറയുകയാണ്, എന്നോട്
ചോദിച്ചു കൊള്ളുക. കർത്താവ് എന്തോ പറയുന്നത്? എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായിട്ടും തരും. കർത്താവിനോട് ചോദിച്ചാൽ മതി. നീ ആരുടെയും പോയി മാന്തേണ്ട കാര്യമില്ല, ദൈവം തരും. എനിക്ക് വീടില്ല, തരണമെന്ന് പറഞ്ഞാൽ ദൈവം തരുവാൻ മതിയായവനാ. ഹല്ലേലൂയ. വിശ്വാസം വേണം, പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ എൻ്റെ അതിരുകളെ വിസ്താരമാക്കണമേ. എന്തൊക്കെയാ നമ്മുടെ അതിരുകളെ വിസ്താരമാക്കാൻ ഇനിയുമുള്ളത്? കർത്താവേ, എൻ്റെ ബുദ്ധിയുടെ അതിരിനെ വിസ്താരമാക്കണമേ. മോശ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തുവാണ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ വിക്കനായ മനുഷ്യനാ, കർത്താവേ എൻ്റെ അതിരത്തിൻ്റെ അതിരുകളെ വിശാലമാക്കണമേ. ഞാൻ പാടാൻ കഴിവില്ലാത്തവനാ, ഞാൻ പറയുവാൻ കഴിവില്ലാത്തവനാ, ഞാൻ പ്രസംഗിക്കുവാൻ കഴിവില്ലാത്തവനാ. എൻ്റെ അതിരിനെ വിസ്താരമാക്കണമേ. ഹല്ലേലൂയ. എൻ്റെ അതിരിനെ വിസ്താരമാക്കണമേ. എബേസ് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ അതിരുകളെ വിസ്താരമാക്കണമേ. എൻ്റെ ആരോഗ്യത്തിൻ്റെ, ഇന്ന് ഒത്തിരി പേര് പ്രാർത്ഥിച്ചില്ലേ സൗഖ്യത്തിന്? കർത്താവേ എൻ്റെ ആരോഗ്യത്തിൻ്റെ അതിരുകളെ വിശാലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ചിലർ പ്രാർത്ഥിച്ചു പുതിയ ജോലി കിട്ടണം, പുതിയ ബിസിനസ്, എൻ്റെ ബിസിനസ്സിൻ്റെ അതിരുകളെ വിശാലമാക്കണമേ. നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് അപ്പുറത്തിരിക്കുന്നവൻ്റെ കട കണ്ടുകൊണ്ട്, അപ്പുറത്തെ അവൻ്റെ ബിസിനസ് കണ്ടുകൊണ്ട്, നമ്മളിങ്ങനെ അവനെ വർദ്ധിച്ച് കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ വേദനപ്പെട്ടുകൊണ്ടിരിക്കുക. കർത്താവ് എന്തുവാ ഇവിടെ പറയുന്നത്? നീ ചോദിച്ചാൽ മതി, ഞാൻ നിൻ്റെ അതിരിനെ വിശാലമാക്കി തരും. നീ ചോദിക്കുക, എൻ്റെ ബിസിനസ്സിൻ്റെ അതിരിനെ നീ വിശാലമാക്കണമേ എന്ന് പറഞ്ഞാൽ വിശാലമാക്കി തരുന്ന ഒരു തമ്പുരാനാ നമുക്കുള്ളത്. ഇന്ന് കുഞ്ഞുങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളില്ലാതെ അനേകരെ ഭാരപ്പെടുന്നുണ്ട്. പ്രാർത്ഥിക്ക് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എൻ്റെ മക്കളുടെ അതിരിനെ വിശാലമാക്കി തരണമേ. ഇന്ന് വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരുമായി ഇവിടെ വന്നിരിക്കുന്നെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിക്ക്, എൻ്റെ കൊച്ചുമക്കളുടെ അതിരുകളെ വിശാലമാക്കി തരണമേ. എബേസ് അതാ പ്രാർത്ഥിച്ചത്, എൻ്റെ അതിരിനെ വിസ്താരമാക്കി തരണമേ, എൻ്റെ കൊച്ചുമക്കളുടെ അതിരിനെ വിശാലമാക്കി തരണേ എന്ന് പ്രാർത്ഥിക്ക്. കർത്താവ് അതിരിനെ വിസ്താരമാക്കുമോ? അത്രമാത്രം മതിയോ? ഈ ഭൗതിക കാര്യങ്ങൾ മാത്രം മതിയോ? ഇന്ന് പ്രാർത്ഥിക്ക്, എൻ്റെ വിശുദ്ധിയുടെ അതിരുകളെ വിശാലമാക്കണമേ. ആമേൻ. എൻ്റെ വിശുദ്ധിയുടെ അതിരുകളെ കർത്താവേ, ഞാൻ അശുദ്ധനായ ഒരു മനുഷ്യനാ, കർത്താവേ എൻ്റെ വിശുദ്ധിയുടെ അതിരുകളെ വിശാലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ കരിയറിൻ്റെ അതിരുകളെ വിശാലമാക്കണമേ. എൻ്റെ വിളിയുടെ അതിരുകളെ വിശാലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചല്ലോ, കർത്താവേ പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ, എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അതിരുകളെ വിശാലമാക്കണമേ എന്നിരുന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ വിശ്വാസത്തിൻ്റെ അതിരുകളെ വിശാലമാക്കണമേ എന്ന് എബേസ് പ്രാർത്ഥിച്ചു. എൻ്റെ വിശ്വാസത്തിൻ്റെ അതിരുകളെ വിശ്വാസമാക്കണം. ഇന്ന് വിശ്വാസം കുറഞ്ഞവരായിട്ടാണോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്? കർത്താവിനോട് പ്രാർത്ഥിക്കുക, എൻ്റെ വിശ്വാസത്തിൻ്റെ അതിരുകളെ വിശാലമാക്കണമേ. എൻ്റെ സ്നേഹത്തിൻ്റെ, എൻ്റെ സമ്പത്തിൻ്റെ എല്ലാം അതിരുകളെ വിശാലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ സുവിശേഷ വേലയുടെ അതിരുകളെ വിശാലമാക്കുക എന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മൾ സന്നദ്ധ സുവിശേഷ സംഘ വാരമായിട്ട് ഓരോ മാർത്തോമാക്കാരനും ഓരോ സുവിശേഷങ്ങളെന്ന് പറയുക. എത്ര പേരോട് സുവിശേഷം പറയുവാനായിട്ട് നമുക്ക് സാധിച്ചു? എൻ്റെ സുവിശേഷത്തിൻ്റെ അതിരുകളെ വിശാലമാക്കുക എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. ഈ ഇൻഫ്ലുവൻസ് എന്ന വാക്ക് എന്തുവാണെന്നറിയുവാൻ ഞാനൊന്ന് ഗൂഗിളിൽ പരിധി നോക്കി. ഹൗ ഡു യു പ്രേ ഫോർ ഇൻഫ്ലുവൻസ്? എങ്ങനെയാണ് ഇൻഫ്ലുവൻസിനായി, സ്വാധീനത്തിനായി പ്രാർത്ഥിക്കുക എന്നത് അതിൻ്റെ അകത്ത് എങ്ങനെയാണ് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചത്. ഐ പ്രേ ദാറ്റ് യു ട്രാൻസ്ഫോം മീ ടു ബി ആൻ എക്സാമ്പിൾ ടു എവരിവൺ അറൗണ്ട് മീ. നീ എന്നെ രൂപാന്തരപ്പെടുത്തണമേ, ഒരു മാതൃകയായി മാറുവാൻ, മറ്റുള്ളവരുടെ മുന്നിൽ ഒരു മാതൃകയായി മാറുവാൻ എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന്. അത് കഴിഞ്ഞ് എഴുതിയിരിക്കുകയാണ്, ഐ പ്രേ ദാറ്റ് യു മേക്ക് മൈ വേർഡ്സ് കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. എൻ്റെ വാക്കുകൾ അത് കൈൻഡായിട്ടുള്ളതായിത്തീരണം, ദയുള്ളതായിത്തീരണം. അതിന് നീ എന്നെ മാറ്റണമേ എന്ന്. മൈ ആക്ഷൻസ് കൈൻഡ്, എൻ്റെ പ്രവർത്തനങ്ങൾ അത് കൈൻഡായിട്ടുള്ളതായി തീരണമേ, എൻ്റെ വിനീതമായിട്ടുള്ളതായി തീരണമേ. മൈ ലവ് പ്യുവർ, എൻ്റെ സ്നേഹം അത് പരിശുദ്ധമായിരിക്കണമേ. മൈ സ്പിരിറ്റ് എൻകറേജിങ്, എൻ്റെ ആത്മാവ് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതാക്കി തീർക്കണമേ. മൈ ഫെയ്ത്ത് സ്ട്രോങ്, എൻ്റെ വിശ്വാസം ദൃഢമാക്കി തീർക്കണമേ. ആൻഡ് മൈ ഹാർട്ട് പ്യുവർ, എൻ്റെ ഹൃദയം പരിശുദ്ധമായി തീരണമേ. അതാണ് സ്വാധീനം എന്ന് പറയുന്നത്. ഇന്ന് എത്ര പേരെ സ്വാധീനിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു? മദ്യപിക്കുന്നവർ എന്ന് വിളിച്ചിട്ടുണ്ടായിരിക്കാം, ചീട്ടുകളിക്കാരൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, അവരെ നമ്മളങ്ങനെ പോയി വിളിച്ചിട്ടുണ്ടായിരിക്കാം.
എന്നാൽ മകനെ എന്ന് വിളിച്ചുകൊണ്ട് അവനെ സ്വാധീനിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എത്ര പേരെ നമ്മുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുവാനായിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് നമുക്ക് സ്വാധീനിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്? നമ്മുടെ വാക്ക്, അവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ വാക്ക്, പ്രവൃത്തി, സ്നേഹം, ഇതിലെല്ലാം ദയയുള്ളവരായിരിക്കണം, മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതായിരിക്കണം. നമ്മളിലൂടെ ഒരാൾക്ക് പോലും വേദനിക്കരുത്. ആരെങ്കിലും നമ്മൾ വേദനിപ്പിക്കുന്നവരാണോ? നമ്മുടെ ഇടവയ്ക്ക് നമ്മളെക്കുറിച്ച് വേദനയുള്ളവരായിത്തീരരുത്. നമ്മുടെ അച്ഛന് നമ്മളെക്കുറിച്ച് വേദനയുള്ളവരായിത്തീരരുത്. നമ്മുടെ സഹോദരന് നമ്മളെക്കുറിച്ച് വേദനയുള്ളവരായിത്തീരരുത്. പ്രാർത്ഥിക്കുക. എത്ര പേരെ നമുക്ക് നമ്മുടെ സാമീപ്യം കൊണ്ട് നമ്മുടെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. ഞാൻ US-ലായിരുന്നപ്പോൾ എൻ്റെ വൈഫ് മെറിൻ്റെ ചേച്ചി ഒക്കെ അവിടെയുണ്ട്. അവരുടെ വീട്ടിൽ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. അവർക്ക് ഒരു കൂട്ടുകാരനുണ്ട്. അദ്ദേഹം ഓരോരുത്തരെ ഇടയ്ക്കൊക്കെ വീട്ടിൽ വെളിയെത്തും, എന്നിട്ട് അവിടെ എഴുതിയിടും. അപ്പോൾ ആ കൊല്ലം 500 പേരെ തൻ്റെ വീട്ടിൽ വിളിച്ചു, വന്നു, അവരെ സൽക്കരിച്ചു, അല്ലെങ്കിൽ ഒരു ചായയെങ്കിലും കൊടുത്തു, അവരെ പറഞ്ഞു വിട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനത്തിലേക്ക് ഒരാളെയെങ്കിലും ക്ഷണിച്ച് പറഞ്ഞു വിടുവാൻ ഈ ഒരു കൊല്ലത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എന്നുവെച്ച് മറ്റുള്ളവർക്ക് സ്വാധീനമാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവർക്ക് സ്വാധീനമാകുവാനായിട്ട് ബേസ് പ്രേഡ് എൻലാർജ് മൈ ടെറിട്ടറി, അങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കുവാനായിട്ട് സാധിക്കുന്നത്. അയൽപക്കങ്ങളിലേക്ക് നമ്മുടെ അതിരുകളെ വിസ്താരമാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥിക്ക്, തമ്പുരാനെ എൻ്റെ അതിരുകളെ വിസ്താരമാക്കണമേ. എൻ്റെ അയൽപക്കത്തുകാരനോട് ഞാൻ മിണ്ടിയിട്ട് എത്ര വർഷമായി, എൻ്റെ സഹോദരനോട് ഞാൻ മിണ്ടിയിട്ട് എത്ര വർഷമായി, എൻ്റെ അപ്പനോട്, എൻ്റെ അമ്മയോട്, എൻ്റെ കുഞ്ഞിനോട് ഞാൻ മിണ്ടിയിട്ട് എത്ര വർഷമായി. എൻ്റെ അതിരുകളെ വിസ്താരമാക്കണമേ, എൻ്റെ അതിരുകളെ വിസ്താരമാക്കണം. എൻ്റെ മാതാപിതാക്കൾക്ക് ഞാനൊരു 50 രൂപയെങ്കിലും ഒരു 100 രൂപയെങ്കിലും കൊടുത്തിട്ട് എത്ര വർഷമായി. ചിലരൊക്കെ സങ്കടം പറയാറുണ്ട്, പേരൻസ്, അച്ഛാ എൻ്റെ മകനെന്ന് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാറില്ല എന്ന് പറയുന്നതായ മാതാപിതാക്കളുണ്ട്. ഞാനൊരു ഇടവകയിലായിരിക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മാതാവ് നാട്ടിലുണ്ട്, അദ്ദേഹം അങ്ങ് വെളി രാജ്യത്താണ്. വെളി രാജ്യത്തിൽ സമൃദ്ധിയിൽ ജീവിക്കുക. 3-4 വർഷങ്ങൾ കഴിയുമ്പോൾ നാട്ടിൽ വരും. നാട്ടിൽ വരുമ്പോൾ ഒരു 10-15 സോപ്പും ഒരു കവർ മുട്ടായും ഒക്കെ കൊണ്ടുവന്നിട്ട് അമ്മയെ ഒന്ന് കെട്ടിപ്പിടിക്കും. അപ്പോൾ അമ്മയ്ക്ക് മോൻ വന്നല്ലോ എന്നുള്ള സന്തോഷം, ഈ മുട്ടായിലൊന്നും അല്ലെങ്കിലും അന്നേരമുള്ള ഒരു സന്തോഷം. പോകാൻ നേരം ഒരു 1000 രൂപയും കൊടുക്കും, പോകും. പിന്നീട് ഈ അടുത്ത 4 കൊല്ലത്തേക്ക് വിളിയും പറച്ചിലും ഒന്നുമില്ല. വിളിച്ചു കഴിഞ്ഞാൽ അമ്മ, മോനെ എനിക്ക് നടുവേദന, ആശുപത്രി പോകണമെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപ അയച്ചു കൊടുക്കണ്ടല്ലോ, വിളിക്കത്തില്ല. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു പോയി. വീണ്ടും ഇദ്ദേഹം നാട്ടിൽ വന്നു. വീട്ടിൽ വന്ന് സഹോദരനോട് ചോദിച്ചു, സഹോദരങ്ങളും അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വിളിക്കാറില്ല. സഹോദരനോട് ചോദിച്ചു, അമ്മ എന്തിയേ? അമ്മ പള്ളിയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പള്ളിയിൽ പോയതല്ലയോ, അച്ഛൻ്റെ മുമ്പിൽ എന്നാൽ പ്രാർത്ഥിക്കാനായിട്ട് പോയായിരിക്കുന്നു വെച്ച് ഈ ആൾ നേരെ വിട്ടടിച്ച് പള്ളിയിലോട്ട് ചെന്നു. പള്ളിയിൽ ചെന്നിട്ട് അപ്പോൾ അച്ഛൻ, എന്ന് വന്നു, എന്തുകൊണ്ട് വിശേഷം? അച്ഛനെ തല കൊടുക്കാതെ എങ്ങനെയും മുങ്ങണമെന്ന് വെച്ചാൽ ചെന്നത്. കാരണം അച്ഛൻ കണ്ടാൽ ഇനി വെളിയിൽ നിന്ന് വന്നാൽ അല്ലയോ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. പക്ഷേ ദേവപ്പയ്ക്ക് അച്ഛൻ കണ്ടു. അച്ഛൻ, അമ്മ എന്തി? അമ്മ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞല്ലോ. അമ്മയെ തിരക്കി വന്നതാ ഇല്ലേ? അമ്മ അതുകൊണ്ട് അവിടെയുണ്ടെന്ന് പറഞ്ഞു. എവിടെയാ? ശവക്കല്ലറയിലുണ്ട്. 4 കൊല്ലങ്ങൾക്ക് മുമ്പ് അമ്മയെ കണ്ടിട്ട് പോയതാ. പിന്നെ അമ്മ മരിച്ചിട്ട് അറിഞ്ഞില്ല. അങ്ങനെയുള്ള കുടുംബവും മാർത്തോമാ സഭയിൽ ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ സഹോദരനോട്, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ അയൽപ്പക്കക്കാരനോടുള്ള അതിരിനെ നാം വിസ്താരമാക്കുന്നുണ്ടോ? യബേസ് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ അതിരുകളെ വിസ്താരമാക്കണമേ. ഹല്ലേലൂയ. ഇന്നിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ, എൻ്റെ അതിരുകളെ എനിക്ക് വിസ്താരമാക്കുവാൻ സാധിച്ചിട്ടുള്ളെങ്കിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ അതിരിനെ വിസ്താരമാക്കണമേ എന്ന്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി മാറും. പ്രിയപ്പെട്ടവരെ, നീ അനുഗ്രഹം പ്രാപിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ അതിരുകളെ നീ വിസ്താരമാക്കണം. സഹോദര, സഹോദരി, നിന്റെ അതിരുകളെ നീ വിസ്താരമാക്കണം. മറ്റുള്ളവർക്ക് നീ അനുഗ്രഹമാണോ എന്ന് നീ ഒരു നിമിഷം ചിന്തിക്കുക. എബേസ് പ്രാർത്ഥിക്കുകയാണ്,
എൻ്റെ അതിരുകളെ വിശാലമാക്കണം. നമ്മുടെ പല അതിരുകളെ വിശാലമാക്കുവാനായിട്ടുണ്ട്. ഇന്നും ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ, നമ്മുടെ പ്രാർത്ഥനയുടെ, നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാം അതിരുകളെ നമുക്ക് വിശാലമാക്കേണ്ടതുണ്ട്. എബേസ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുക. മൂന്നാമതായിട്ട് ഞാൻ വേഗം പോകട്ടെ. അവിടെ കാണുന്നത് എന്താ? മൂന്നാമത് അവിടെ എഴുതിയിരിക്കുന്ന എബേസ് പ്രാർത്ഥിക്കുകയാണ്. 10-ാം വാക്യം, നിന്നോട് കൈ എന്നോട് കൂടെ ഇരിക്കണം. ജബേസ് പ്രേഡ് യുവർ ഹാൻഡ് വുഡ് ബി അപ്പോൺ മീ. നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. പ്രേ ഫോർ പ്രസൻസ്. നിന്റെ കൈ എന്നോട് കൂടെ ഉണ്ടായിരിക്കണം. കൈയില്ലെങ്കിൽ എന്തുവാ? ഹാൻഡിക്യാപ്ഡാ. എബേസ് പ്രാർത്ഥിക്കുന്നു, നിന്റെ കൈ എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. സാന്നിധ്യത്തിനായി പ്രാർത്ഥിക്കുക. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 66-ാം വാക്യത്തിൽ ഇപ്രകാരം തമ്പുരാൻ പറഞ്ഞ പേര് ഇട്ടപ്പോൾ, അവന് യോഹന്നാൻ എന്ന് പേരിട്ടപ്പോൾ, അതിൻ്റെ 1-ാം അധ്യായം 66-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവനെ അനുഗ്രഹിച്ചു, അവൻ്റെ കൈ അവനോട് കൂടെ, യോഹന്നാനോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് വായിക്കുന്നത്. തമ്പുരാനെ, അങ്ങയുടെ കൈ എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥന. നമ്മുടെ പേര് എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ അപ്പന്മാരിട്ട പേരാ, നമ്മളാരും അറിഞ്ഞുകൊണ്ട് നമുക്ക് ലഭിച്ച പേരല്ല. കർത്താവിൻ്റെ കൈ നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ പേര് മാന്യമായി തീരും. ഹല്ലേലൂയ. യേശു ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുന്നു, അവരെ അയക്കുന്നു. പത്രോസിനോട് പറയുന്നു, പോകുക. പല എതിർപ്പുകൾ അവർക്കുണ്ടാകുന്നു, എന്നാൽ കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തികൾ 11:21. കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. കർത്താവ് അവരെ പറഞ്ഞയക്കുമ്പോൾ കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയ ഒരു ജനത്തെ ദൈവവിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഈ പത്രോസിനും കൂട്ടർക്കും ശിഷ്യന്മാർക്കും സാധിച്ചു. പ്രാർത്ഥിക്ക്, കർത്താവേ, നിൻ്റെ കൈ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ. നീ പോകുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ കൈ നിന്നോ കൂടെ ഉണ്ടെങ്കിൽ അവിടെ അത്ഭുതം സംഭവിക്കും. ഹല്ലേലൂയ. പത്രോസിനെ പറഞ്ഞയച്ചപ്പോൾ അവരോട് കൂടെ കർത്താവിൻ്റെ കൈ ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ വലിയ ഒരു അത്ഭുതമാണ് സംഭവിച്ചത്. നീ ഇന്ന് തരംഗത്തിലേക്കാണ് വന്നതെങ്കിൽ കർത്താവിന്റെ കൈ ഇന്ന് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ വലിയ അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് പോകുക. ശൂശേൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ നെഹമ്യാവ് കേട്ടു, യെരുശലേമിന്റെ മതിലുകളെല്ലാം തകർന്നു കിടക്കുകയാണ്, വാതിലുകൾ തീവച്ച് നശിപ്പിച്ചിരിക്കുകയാണ്. ഇത് കേട്ട നെഹമ്യാവ് കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ചു, അനുദപിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ വരികയാണ്. ദൈവത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് പണിയണം. രാജാവിനോട് അവൻ അനുവാദം ചോദിക്കുവാനായിട്ട് പോകുന്നു. വലിയ ഒരു കൊട്ടാരത്തിലാണ് അവിടെ നെഹമ്യാവ് നിൽക്കുന്നത്. രാജാവ് അനുവാദം കൊടുത്താലേ അവന് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നു. അവന് അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ ദൈവത്തിൻ്റെ ദയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവ് അതിനെ പോകുവാൻ അനുവാദം തന്നു. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്, എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് പോയി പണിയുവാൻ അനുവാദം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിൻ്റെ കൈ നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യമൊക്കെ സഫലമായി തീരും. നെഹമ്യാവ് 6:15 നമ്മൾ വരുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. 52 ദിവസങ്ങൾ കൊണ്ട് ആ മതിൽ പണിയുന്ന നെഹമ്യാവിനെ, ഹല്ലേലൂയ, ആരുടെ കൈ? നെഹമ്യാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൈ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, എബേസ് എന്താണ് പ്രാർത്ഥിച്ചത്? നിന്റെ കൈ എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഇന്ന് ഈ തീർത്ഥത്തിൽ നാം ആയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാൻ പോകുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ കൈ എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഞാൻ പോകുന്ന ഇടങ്ങളിൽ അത്ഭുതം സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ ജോലിയിൽ, എൻ്റെ മക്കളുടെ കൂടെ, എൻ്റെ കൊച്ചുമക്കളുടെ കൂടെ, എൻ്റെ ഭാര്യയുടെ കൂടെ, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ, എൻ്റെ സഹോദരങ്ങളുടെ കൂടെ, എൻ്റെ വീട്ടിലുള്ളവരുടെ കൂടെ, ഈ തരംഗത്തിലെ പ്രവർത്തനങ്ങളുടെ കൂടെ, ഈ തരംഗത്തിലെ അച്ഛൻ്റെ കൂടെ, ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ്റെ കൂടെ, ഞങ്ങളുടെ തിരുമേനിയുടെ കൂടെ, ഇവിടെ ഉള്ള സ്റ്റാഫിൻ്റെ കൂടെ, ഇവിടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ എല്ലാം ആരുടെ കൈ ഉണ്ടായിരിക്കണം? ദൈവത്തിൻ്റെ കൈ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അവിടെ അനുഗ്രഹം ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവമേ, നിന്റെ കരം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വാ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ കരങ്ങൾ എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കൈ എന്നോടൊപ്പം വേണം. ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ വരട്ടെ. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ നോക്കിയിട്ട് പറ, ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ കരം, അച്ഛാ, ദൈവത്തിൻ്റെ കരം അച്ഛൻ്റെ കൂടെയുണ്ട്. ഈ തരംഗത്തിലെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുവാൻ, ഈ ഡയസിന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിൻ്റെ കരം അച്ഛൻ്റെ കൂടെയുണ്ട്. ആമേൻ. മോനെ, ദൈവത്തിൻ്റെ കരം നിന്റെ കൂടെയുണ്ട്. ഈ ഓർഗൻ നല്ലവണ്ണം, ഈ കീബോർഡ് വായിക്കുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ കരം നിന്നോട് കൂടെയുണ്ട്. നിന്റെ സഹോദരനോട് പറ,
കൈ ഉയർത്തി പറ, കർത്താവിൻ്റെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഹല്ലേലൂയ. എബേസ് പ്രാർത്ഥിച്ചു, ദൈവമേ, ദൈവത്തിൻ്റെ കരം എൻ്റെ കൂടെ എപ്പോഴും വേണമേ എന്ന്. ഞാൻ എവിടെ പോയാലും, ഞാൻ എവിടെയായിരുന്നാലും ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെ വരട്ടെ, നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിന് മേൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ മേൽ. ആമേൻ. ഏറ്റെടുത്തവർക്കായി സ്തോത്രം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം അങ്ങയുടെ കരുണയാലാകണമേ എന്ന് പ്രാർത്ഥിക്കുക. വിത്തൗട്ട് യുവർ ഹാൻഡ് നത്തിങ് വിൽ ഹാപ്പൻ ഇൻ മൈ ലൈഫ്. പ്രാർത്ഥിക്കുക, ദൈവമേ, നിൻ്റെ കരങ്ങളില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഇന്ന് പകൽ ഒരു തീരുമാനമെടുക്കുക. തമ്പുരാനെ, അങ്ങയുടെ കരങ്ങളില്ലാതെ ഞാൻ ഒന്നും ചെയ്യത്തില്ല എന്നുള്ള തീരുമാനം. ഇന്ന് അങ്ങയുടെ കരങ്ങളില്ലെങ്കിൽ ഞാൻ വികലാംഗനാണ്, ഞാൻ ബലഹീനനാണ്. നിൻ്റെ കരം ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ ബലപ്പെടുത്തുകയുള്ളൂ. 2 കൊരിന്ത്യർ 3:15 വായിക്കുന്നു, ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരല്ല. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമാ. പ്രിയപ്പെട്ടവരെ, ദൈവം തന്നല്ലാതെ നമുക്കൊന്നുമില്ല. ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അവസാനമായി 4-ാമതായി ജബേസ് പ്രാർത്ഥിക്കുന്നത് എന്താണ്? അനർത്ഥം എനിക്ക് വ്യസന കാരണമാകാതെ എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അനർത്ഥം എനിക്ക് വ്യസന കാരണമാകാതെ എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. ജബേസ് പ്രേഡ്, കീപ് മീ ഫ്രം ഇവിൾ. പ്രേ ഫോർ പ്രൊട്ടക്ഷൻ. സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുക. ഞാൻ പാപത്തിൽ വീണു പോകാതെ എന്നെ സംരക്ഷിച്ചു കൊള്ളണമേ. ഞാൻ ദുഷ്ടൻ്റെ കയ്യിൽ വീണു പോകാതെ എന്നെ സംരക്ഷിച്ചു കൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ 4 കാര്യങ്ങളാണ് ഇന്ന് പ്രാർത്ഥിച്ചത്. ബ്ലെസ്സിങ്, ഇൻഫ്ലുവൻസ്, പ്രസൻസ്, പ്രൊട്ടക്ഷൻ. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു കൊള്ളണമേ. 1 പത്രോസ് 5:8 വായിക്കുന്നു. 1 പത്രോസ് 5:8 ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുക. എല്ലാം ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട്. മീഡിയ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റിൽ ഇന്ന് സാത്താൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. എവിടെയാണ് വീണു പോകുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കൊച്ചുമക്കൾ, നമ്മളായിരിക്കുന്ന ഇടങ്ങളെല്ലാം ഇന്ന് ഈ പിശാചിൻ്റെ നിയന്ത്രണത്തിലുള്ളതാ. കർത്താവെ, ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ, ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 3:1-3 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു, യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു, അവന് ദൈവത്തിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. നീയോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും തന്നെ. ആമേൻ, ഹല്ലേലൂയ. 5 വയസ്സുകാരിയായ ഒരു കുഞ്ഞ് ഇവിടെ കൊല്ലപ്പെട്ടു. പ്രിവിലേജ് സമൂഹത്തിൻ്റെ പ്രതിനിധി അല്ലായിരുന്നു ചാന്ദിനി എന്ന് പറയുന്നതായ ആ പെൺകുട്ടി. ഒരു ജ്യൂസിന് വേണ്ടി അവളെ സമീപിച്ചപ്പോൾ അവളെ പിടിച്ച് അവളെ നാശമാക്കി ഈ ലോകത്തിൽ നിന്ന് അവൾ മാറ്റപ്പെട്ടു. ഒരു സൈഡ് റൂമിൽ ജീവിച്ചതായ ചാന്ദിനി എന്ന പെൺകുട്ടി ജ്യൂസിന് വേണ്ടി തൻ്റെ ജീവിതം ബലിയാടായി. സ്വന്തം ജീവനെയാണ് അവൾ നൽകിയത്. നമ്മൾ ജീവിക്കുന്നത് അന്ധകാരമായ ലോകത്തിലാണ് പ്രിയപ്പെട്ടവരെ. ഈവിൾ വേർഡിലാ ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കൊച്ചുമക്കളുടെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുക, പ്രൊട്ടക്ഷനായി പ്രാർത്ഥിക്കുക. പാപത്തിൽ വീണു പോകാതെ, അന്ധകാരത്തിൽ വീണു പോകാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ഇടവകളിൽ, നമ്മുടെ വ്യക്തികളിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ അന്ധകാരം നിറയരുത്, ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊള്ളണം, ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. പ്രതിദിനം ഡൈവേഴ്സ് കേസുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. ഒരു മൊബൈലിൻ്റെ യുഗത്തിൽ, ഒരു മീഡിയയുടെ യുഗത്തിൽ. കാരണം ഈ മീഡിയകളൊക്കെയാ അല്ലേ. ഉൽപ്പത്തി പുസ്തകം 30 നമ്മൾ ഒരാളെക്കുറിച്ച് വായിക്കുന്നുണ്ട്, യോസഫ് എന്ന യുവാവ്. അന്ന് മീഡിയ ഒന്നുമില്ലായിരുന്നു. അവൻ സുന്ദരനായിരുന്നു. എന്നാൽ അവന് വലിയ അധികാരങ്ങളാണ് ദൈവം കൊടുത്തത്. പോത്തിഫറിൻ്റെ കൊട്ടാരത്തിൽ എല്ലാ അധികാരവും കൊടുക്കുന്നു. യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായിരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവനെ ഗ്രഹവിചാരകനാക്കി. യഹോവ യോസഫിനോട് ഉണ്ടായിരുന്നുകൊണ്ട് പോത്തിഫറിൻ്റെ വീടിനെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. വീട്ടിലും വയലും അവനുള്ള സകലത്തെയും യഹോവ അനുഗ്രഹിച്ചു. എന്നാൽ എല്ലാം യോസഫിനെ ഏൽപ്പിക്കുന്ന പോത്തിഫർ, അവൻ്റെ ഭാര്യയ്ക്ക് ഈ യോസഫിൻ്റെ മേൽ കണ്ണ് വരുന്നു. എന്നാൽ യജമാനത്തിൻ്റെ ഭാര്യ അവനെ ആഗ്രഹിച്ചപ്പോൾ അവൻ പറയുകയാണ്, എല്ലാ സാധ്യതകളും ഉള്ളപ്പോൾ അവൻ പറയുന്നു, ഇതൊന്നു മാത്രമാണ് അവൻ എന്നിൽ നിരോധിച്ചിരിക്കുന്നത്.
അവൻ അവിടെ ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചു. അവനെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു. അത് കഴിയുമ്പോൾ അവിടെ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവ കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ആർക്കും നിന്നെ നശിപ്പിക്കുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ദൈവം ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നിന്നെ കാത്തുകൊള്ളും. പ്രാർത്ഥിക്ക്, കീപ് മീ ഫ്രം ഇവിൾ. സ്വർഗം നിങ്ങളോട് കൂടെയുണ്ട്. യെശയ്യാപ്രവചനം 54-ാം അധ്യായം 17-ാം വാക്യത്തിൽ വായിക്കുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെ ആകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നീ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇരുട്ട് മാറിപ്പോകട്ടെ. പ്രാർത്ഥിക്കുക, ദൈവമേ നിൻ്റെ കൈ എന്നോട് കൂടെ ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, എന്ത് സംബന്ധിച്ചു, എന്ത് പറയണ്ടു എന്നുള്ളതല്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആർ നമുക്ക് പ്രതികൂലം? യഹോവ നിൻ്റെ പരിപാലകൻ, യഹോവ നിൻ്റെ വലതുഭാഗം. നമ്മുടെ ജീവിതത്തെ ദൈവം മാറ്റുവാനായിട്ട് പോകുക. പേരിലൂടെ ജീവിതത്തെ മാറ്റിയവൻ ജബേസ്. എന്താണ് സംഭവിച്ചത്? അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ആൻഡ് ഗോഡ് ഗ്രാൻഡഡ് വാട്ട് ഹി ആസ്ക്ഡ്. ദൈവം അവന് നൽകി. ബ്ലെസ്സിങ്, ഇൻഫ്ലുവൻസ്, പ്രസൻസ്, പ്രൊട്ടക്ഷൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുമോ? ഇന്ന് ഈ തരംഗത്തിൽ നമ്മളായിരിക്കുമ്പോൾ, കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ അതിരിനെ വിസ്താരമാക്കണമേ, നിൻ്റെ കൈ എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ, നീ എന്നെ സംരക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നും രാവിലെ ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിയാൽ ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാ ഉണ്ട്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ്? നമ്മുടെ പ്രാർത്ഥന ജീവിതം എപ്രകാരമുള്ളതാണ്? നിൻ്റെ ജീവിതം ശാപം അനുഗ്രഹമായി മാറണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഇന്ന് പരിതാപകരമായ ഒരു അവസ്ഥയിലായിരിക്കാം. പ്രാർത്ഥിച്ചാണ് അവൻ്റെ നിലയ്ക്ക് മാറ്റം വരുത്തിയത്. ഹല്ലേലൂയ. എബേസ് പ്രാർത്ഥിച്ച് അവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി. ഇന്ന് പ്രാർത്ഥിച്ച് നിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാക്കണം. ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ എനിക്ക് 2 പള്ളികളായിരുന്നു. 2 ചെറിയ പള്ളികൾ, 20 വീട്, 40 വീട്. ഒരു പള്ളി 4 മണിക്കൂർ യാത്ര ചെയ്യണം. ഞാൻ ഈ കാവലയിൽ നിന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ എനിക്ക് വളരെ പ്രയാസം. ഞായറാഴ്ച രാവിലെ 9:30 ആകുമ്പം പോയി ഒരു കുർബാന ചെല്ലുന്നത് മാത്രമാണ് എൻ്റെ പണി. ഞാൻ വളരെ ഭാരപ്പെട്ടു, വളരെ പ്രയാസത്തോടെയായി. ഞാൻ തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി എനിക്കങ്ങ് നാട്ടിൽ പോയി ഏതെങ്കിലും സ്ഥലത്ത് തന്നെ വിട്ടാൽ മതി, എനിക്ക് അവിടെ ഞാൻ എവിടെയെങ്കിലും പ്രവർത്തിച്ചോളാം. കാരണം ഈ കാവലിൽ 6 വർഷം രാവകളില്ലാതെ ഓടിയിട്ട് അവിടെ ചെന്ന് ഇങ്ങനെ ചുമ്മാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അച്ഛൻ പറഞ്ഞു, തിരുമേനി എന്നോട് പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കുക, ദൈവം എല്ലാത്തിനും പരിഹാരം തരും. തിരുമേനി എന്നോട് പറഞ്ഞ വാക്കത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. എന്നും രാവിലെ കുറച്ച് നേരം നടക്കാൻ പോകും. അത് കഴിഞ്ഞ് എൻ്റെ വീടിൻ്റെ പുറയിൽ ഒരു കുറച്ച് സ്ഥലം, ഈ സ്റ്റേജിൻ്റെ അത്രയും നീളത്തിൽ ഒരു 2 അടി വീതിയിൽ ഞാൻ അവിടെ കൃഷി ചെയ്യുവാനായിട്ട് തുടങ്ങി. ദൈവം എന്നെ അവിടെ അങ്ങ് അനുഗ്രഹിച്ചു. ഞാനിതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് കൃഷി ചെയ്തല്ല. ഞാൻ അവിടുന്ന് പോരാൻ നേരം 3-ാം വർഷം ഡയസിസിൽ നിന്നൊരു അറിയിപ്പ് വന്നു, ആരെങ്കിലും പാഴ്സനേജ് കൃഷി ചെയ്യുകയുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് ഡയസിസിലോട്ട് അയക്കണം. ഞാൻ ഈ ഫോട്ടോ എല്ലാം എടുത്ത് ഡയസിസിൽ അയച്ചപ്പോൾ ഞാൻ പോരുന്നതിൻ്റെ ഒരു 2 ആഴ്ച മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛാ ഈ ഭദ്രാസനം ആദ്യമായിട്ട് അച്ഛന്മാർക്ക് ഒരു കർഷക അവാർഡ് പ്രഖ്യാപിക്കുന്നു, അത് അച്ഛനാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാനൊന്നുമില്ലാതെ വിഷമിച്ച സമയത്ത്, വേദനപ്പെട്ട സമയത്ത്, ജബേസിനെ പോലെ ആയിരുന്ന സമയത്ത് ദൈവം എൻ്റെ പേര് മാനിച്ചു. ഹല്ലേലൂയ. ആ ഡയസിസി മൊത്തം ആ വർഷത്തെ ഏറ്റവും നല്ല കൃഷിക്കാരൻ എന്നുള്ളതായ അവാർഡ് അച്ഛന്മാരുടെ കൂട്ടത്തിൽ ആർക്കാ ലഭിച്ചത്? തോമസ് മാത്യു അച്ഛൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്നെ മാനിക്കുന്നവനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. വിശ്വസിക്കുന്നുവോ? ദൈവമാണ് അത് ചെയ്തത്. എന്നാൽ ദൈവം ചെയ്തുവെങ്കിലും എബേസ് അത് ഉണ്ടാക്കിയെടുത്തതാ. ഹല്ലേലൂയ. നിന്റെ പാപത്തെ നീ ഇന്ന് ഏറ്റുപറയുവാൻ തയ്യാറാണ്? മാനസാന്തരപ്പെടുവാൻ തയ്യാറാണോ? എബേസിൻ്റെ പ്രാർത്ഥനയാണ് അവൻ അത് നേടിക്കൊടുത്തത്. എബേസിൻ്റെ വിശ്വാസമാണ് അസാധ്യതകളെ സാധ്യമാക്കിയത്. അങ്ങനെയെങ്കിൽ ഈ പകൽ നിങ്ങൾ സ്വയം പിറുപിറുത്ത് മറ്റുള്ളവരെ കണ്ടുകൊണ്ടേയിരിക്കാതെ നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തണമെന്ന് ആഗ്രഹമുണ്ടോ? അനുഗ്രഹം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എഴുന്നേൽക്കാം. എബേസ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയാൽ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് എല്ലാം ലഭിക്കും. ചോദിച്ചു വാങ്ങ്.
ഒടുവിൽ അത് നമ്മുടേതായിരിക്കും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മളെ പറ്റിയും അവൾ ചോദിച്ചെല്ലാം ദൈവം അവന് നൽകിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിന്റെ പേര് ആരൊക്കെ തകർത്താലും ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അവരുടെ സഹോദരന്മാരെക്കാൾ ഏറെ മാന്യനാക്കി. ഹല്ലേലൂയ. എബേസിൻ്റെ സഹോദരന്മാരെക്കാൾ മാന്യനായി തീർന്നു. 1 ദിനവൃത്താന്തം 2:55 എബേസ് എന്നൊരു ഗ്രാമത്തിൻ്റെ പേരൂടെ എബേസിനെ കുറിച്ച് പറയുന്നുള്ളൂ. ഒരു ഗ്രാമത്തിന് പോലും എബേസിൻ്റെ പേര് ലഭിച്ചെങ്കിൽ ഈ നാട്ടിൽ, ഈ ഡയസിസിൽ നിന്റെ പേര് വലുതാക്കി തരുവാൻ മതിയായവനായ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. എബേസ് അനുഗ്രഹം ചോദിച്ചാണ് വാങ്ങിയത്. മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ കണ്ട് നമ്മുടെ കണ്ണ് മടുത്തു പോകാതെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ചോദിച്ച് വാങ്ങണം. ദൈവമേ, എൻ്റെ വിശ്വാസം എവിടെയാ? വിശ്വാസത്തെ പടിപടി ഉയർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊട്. എബേസ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുക. കർത്താവേ, നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിക്കണം. കർത്താവേ, യാക്കോബ് പറഞ്ഞതുപോലെ നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ വിടില്ല. ഹല്ലേലൂയ. ഞാൻ ഇന്ന് വേദനയോടെയാണ് വന്നിരിക്കുന്നത്, ഞാൻ ഇന്ന് രോഗത്താലാണ് വന്നിരിക്കുന്നത്. നീ എന്നെ അനുഗ്രഹിക്കണം കർത്താവേ. എൻ്റെ അതിരുകളെ വിസ്താരമാക്കണം. എൻ്റെ വിശ്വാസത്തിൻ്റെ, കർത്താവേ, എൻ്റെ പ്രാർത്ഥനയുടെ അതിരുകളെ മാർക്കണം. എൻ്റെ സഹോദരനോടുള്ള അതിരുകളെ വിശാലമാക്കുവാൻ കർത്താവേ, മാതാപിതാക്കളോട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടുള്ള അതിരുകളെ, എനിക്ക് കുഞ്ഞുങ്ങളില്ല കർത്താവേ, എൻ്റെ അതിരുകളെ വിശാലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, നിൻ്റെ കൈ എന്നോട് കൂടെ ഉണ്ടായിരിക്കണം. നിൻ്റെ കൈ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ കർത്താവേ, എന്ത് ചോദിച്ചാലും തരുന്നവനാ. കർത്താവേ, നീ എന്നെ സംരക്ഷിച്ചു കൊള്ളണം എന്ന് പ്രാർത്ഥിക്കുക. എബേസ്യർ 3:20 വായിക്കുന്നു, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മളെ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുമവന്. ഹല്ലേലൂയ. നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമുക്ക് ഒരു പാട്ടുകളെ പാടുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ഘോര ഭയങ്കര കോടി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഭയങ്കര കാറ്റുമാലയും കോടിയതായി വരും നേരത്തിൽ കാക്കും കാരങ്ങളാൽ ഹല്ലേലൂയ നിത്യം പാടും ഞാൻ. കർത്താവേ, നിന്റെ കരങ്ങളിൽ എന്നെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നിത്യം പാടും ഞാൻ യേശു എന്ന നാമമേ, എന്നാത്മാവെങ്കീതാമേ. ഹല്ലേലൂയ. യേശുവേ, ഞാനെന്നും വാഴ്ത്തി. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട്, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാ, എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ, എൻ്റെ അധരങ്ങളെ ശുദ്ധമാക്കണമേ, എൻ്റെ ജീവിതത്തെ വിശുദ്ധമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് ഈ തീർത്ഥത്തിൽ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറണമേ. കർത്താവേ, എബേസ് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരിക. ഞാൻ പാപിയായ ഒരു മനുഷ്യനാ കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് ഞാൻ മുറ്റും സമർപ്പിക്കുകയാണ്. കർത്താവേ, ഹിമം പോലെ നീ എന്നെ വെളുപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എത്ര കടും ചുമപ്പായാലും നമ്മുടെ പാപങ്ങളെ കഴുകി തരുവാൻ മതിയായവനായ ഒരു ദൈവം ഇന്ന് നമ്മുടെ മധ്യമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നീ എൻ്റെ അതിരുകളെ വിസ്താരമാക്കി തരണമേ. നിന്റെ കൈ എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഒരു ദുഷ്ടനും എന്നോട് കൂടെ അടുക്കരുത്. നീ എന്നെ സംരക്ഷിച്ചു കൊള്ളണം. കർത്താവേ, പ്രാർത്ഥിക്കുക. കർത്താവേ, നീ എന്നെ പടിപടിയായി ഉയർത്തണമേ. എൻ്റെ വിശ്വാസത്തിന്റെ അളവിനെ നീ ഉയർത്തണമേ. എൻ്റെ പ്രാർത്ഥനയുടെ അളവിനെ ഉയർത്തണമേ. ഞാൻ ഇന്ന് തരംഗത്തിൽ വന്നത് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറി. ഈ തീർത്ഥത്തിൽ വന്നത് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറി. എൻ്റെ വേദനകൾ മാറിപ്പോയി, എൻ്റെ രോഗം മാറിപ്പോയി, എൻ്റെ സങ്കടങ്ങൾ മാറിപ്പോയി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോകണം. ദൈവത്തിന്റെ കൃപ പ്രാപിച്ചുകൊണ്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോ. ആരും നിരാശരായി മടങ്ങരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ അനുഭവിക്കുക. എൻ്റെ പരിശുദ്ധാത്മാവിന്റെ അളവിനെ നീ പടിപടിയായി ഉയർത്തി കർത്താവേ. ആമേൻ. കർത്താവേ, എൻ്റെ തെറ്റുകളെ ക്ഷമിക്കണമേ. എൻ്റെ തെറ്റുകൾ ഇതിനൊക്കെ തടസ്സമാണെങ്കിൽ, എൻ്റെ പാപങ്ങൾ ഇതിനൊക്കെ തടസ്സമാണെങ്കിൽ, ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവാ കർത്താവേ. ഒരു അനുതാപം എനിക്ക് താ. ഞാൻ മടങ്ങി വരിക. അപ്പാ, നിന്റെ സന്നിധിയിലേക്ക് ഞാൻ മടങ്ങി വരിക. കർത്താവേ, ഞാൻ നിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക. നീ എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. എനിക്ക് കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം. കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാ.
കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം. അനുഗ്രഹത്തോടെ ഇവിടുന്ന് പറയാം. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് വ്യാപരിച്ച ദൈവകൃപകൾക്കായി സ്തോത്രം. കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നീ ഞങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കിയിരിക്കുന്നതിനായി സ്തോത്രം. നിന്റെ കൈ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നു. ഞങ്ങൾ എവിടെ പോയാലും, ഞങ്ങൾ അകത്തു പോയാലും പുറത്തു പോയാലും, ഞങ്ങൾ എവിടെയായിരുന്നാലും ഞങ്ങളുടെ അനുഗ്രഹം, ഞങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറണമേ. ഹല്ലേലൂയ. നീ ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണം കർത്താവേ. വ്യസനം നിറഞ്ഞ, കർത്താവേ, പ്രയാസം നിറഞ്ഞ ഒരു ലോകത്തിലാണ് ഞങ്ങൾ. നീ മാത്രമല്ലാതെ ഞങ്ങളെ കാക്കുവാൻ ആരുമില്ല. ഈ സെൻറ്ററിനെ ഏൽപ്പിക്കുന്നു. ഇതിനെ നീ സംരക്ഷിച്ചു കൊള്ളണം കർത്താവേ. നീ ഞങ്ങളെ കാക്കുന്നവനായ കാവൽക്കാരനായിരിക്കണം. കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവർ.